Good morning everyone. Welcome to Adda247 Malayalam channel. This is Rindu Sebastian and welcome to the Hindu editorial analysis of 2nd June 2022. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ ഡെയിലി സെഷനാണ് 8:30 മുതൽ 9:30 വരെ ഉള്ള നമ്മുടെ സെഷനാണ്. ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഹിന്ദു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതുപോലെ വൊക്കാബുലറി, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് വിടാം. ആൻഡ് നമുക്ക് കുറച്ച് ന്യൂസ്, കുറച്ച് ജനറൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അതാണ് നമ്മുടെ സെഷൻ്റെ പ്രത്യേകത. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഒരു കോമൻ്റൊക്കെ ഇടുന്നേ, ഒരു കോമൻ്റൊക്കെ ഇട്. രാവിലെ ഉഷാറായിട്ട് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു കോമൻ്റൊക്കെ ഇടാലോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇഫ് യു വർക്ക് ഓൺ സംതിങ് എ ലിറ്റിൽ ബിറ്റ് എവറി ഡേ യു എൻഡ് അപ്പ് വിത്ത് സംതിങ് ദാറ്റ് ഇസ് മാസീവ്. നമ്മൾ എല്ലാ ദിവസവും അല്ലേ സ്ഥിരമായിട്ട് വേണം, ഇറ്റ് മസ്റ്റ് ബി ഹാബിറ്റ്. അല്ലാതെ ചുമ്മാ ഒരു ദിവസം ചെയ്തു, കുറച്ച് നേരം കഴിയുമ്പോഴേക്കും 2 ദിവസം കൂടെ ചെയ്ത് ഓക്കേക്കാം, പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ചെയ്യുന്നു. അതായത് അണീവനായിട്ട് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്താൽ അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല. അതിൽ ചെറിയ കുറവുകൾ വരും. പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെടണം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ ടൈമൊക്കെ പോകും, നമ്മളാകെ ബോറടിക്കും, ഡെസ്പാവും. പക്ഷേ ഇഫ് യു വർക്ക് ഓൺ സംതിങ് ഡേ ബൈ ഡേ, എല്ലാ ദിവസവും ലിറ്റിൽ ബിറ്റ് എല്ലാ ദിവസവും കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനോ ഒരു കാര്യത്തെപ്പറ്റി ചെയ്യാനോ പറ്റുകയാണെങ്കിൽ യു എൻഡ് അപ്പ് വിത്ത് സംതിങ് ദാറ്റ് ഇസ് മാസീവ്. ആർക്കും കാണാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ ആരും അറിയില്ലാത്ത നല്ല വലിയൊരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. സംതിങ് ഹ്യൂജ്, വലിയൊരു കാര്യം നേടിയെടുക്കാൻ പറ്റും. തുടക്കം ചെറുതായിട്ട് വന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയാൽ മതി. നമുക്കറിയാലോ, ഉറുമ്പുകളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? വളരെ നമ്മളെല്ലാവരും എന്താ പറയുക, മോഡൽ ചെയ്യേണ്ട ആൾക്കാരാണ് ഈ പറഞ്ഞ ഉറുമ്പുകൾ എന്ന് പറഞ്ഞാൽ. എന്താ വെച്ചാൽ അവർ കണ്ടോ ചെറിയ പീസസ് ഓഫ് ഫുഡൊക്കെ ആയിട്ട് ഇങ്ങനെ തല ചുമന്നുകൊണ്ട് ഗ്രൂപ്പായിട്ട് ടീം വർക്ക് കണ്ടിട്ടില്ല, അവർ പോകുന്ന കാണാം. പിന്നെ അവർ കൂട്ടി എടുക്കുന്ന ഇതിനോട് എഫേർട്ട് ഉണ്ടല്ലോ, എല്ലാ ദിവസവും എപ്പോഴും ഒരു മടിയില്ലാതെ പോകുന്ന കാണാം ഉറുമ്പുകൾ. അതുപോലെ ആയിരിക്കണം നമ്മൾ ഡേ ബൈ ഡേ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ആൻഡ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഗ്രോത്തിലോട്ട് നമ്മളെ നയിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ഗ്രോത്ത്, നമ്മൾ വിചാരിക്കുന്ന ആ ഗ്രോത്ത് ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി മാസീവ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കാം. അത് രജിൻ, പലതുള്ളി പെരുവെള്ളം എന്നാണല്ലേ നമ്മുടെ നാട്ടിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ. മലയാളത്തിലുള്ള ഒരു പഴഞ്ചൊല്ലാണ് പലതുള്ളി പെരുവെള്ളം. സെയിം വേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദാറ്റ് കോട്ട്. വളരെ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ബട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കിട്ടും. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് ക്ലാസ്സുകളുണ്ട്. രാവിലെ എഡിറ്റോറിയൽ സെഷൻ, ഈവനിങ്ങിൽ നിങ്ങൾക്ക് 8 മണിക്ക് വൈകിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ സെഷനുണ്ട്. അതുകൂടാതെ നമുക്ക് മാത്ത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്ത് തന്നെ, റീസണിങ്, പിന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ക്ലാസ്സസ്, സയൻസ് ക്ലാസ്സസ്, ജോഗ്രഫി ക്ലാസ്സസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാ ക്ലാസ്സുകളും, ആൻഡ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ആസ് വെൽ. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. മാത്രമല്ല SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, ESIC ഇൻഷുറൻസ് മേഖലയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും, ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ നമ്മുടെ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു സെഷൻ എല്ലാ ക്ലാസ്സുകളും, ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു ചാനലിലൂടെ നമുക്ക് കിട്ടും. കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഡെയിലി ക്വസസ്, ഫ്രീ ക്വസസ് ആൻഡ് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻ, കറണ്ട് അഫയേഴ്സ് ഒക്കെ ആപ്പിലൂടെ കിട്ടും. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, സോ അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ചാനലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസോ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിലൂടെയാണ് അയച്ചു തരിക. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇന്ന് 2-ാം തീയതിയാണ്, ജൂൺ 2-ാം തീയതി അല്ലേ. സ്കൂളൊക്കെ തുറന്നു. ഇന്നലെ പ്രവേശനോത്സവം അതൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് സ്കൂളിലോട്ട് പോയി. കുറേ നാളുകൾക്ക് ശേഷം, ലിറ്ററലി കുറേ നാളുകൾക്ക് ശേഷം, 2 വർഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും സ്കൂൾ, കോളേജ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഉഷാറായിട്ടൊരു തുടക്കം ആണ് അല്ലേ ഇന്നലെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ദിവസം ഉഷാറായിട്ട് തന്നെ തുടങ്ങാം. ഇന്ന് നമ്മുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് വൊക്കാബുലറി ഏതൊക്കെയാണ് നോക്കാം. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ലെവൽ ആണെങ്കിലും, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ആണെങ്കിലും, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്രിഹെൻഷൻ, റീഡിംഗ് സ്കിൽസ്, എല്ലാ എക്സാമിനും റീഡിംഗ് സ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ടൈം പോകും, ആക്യുറസി പോകും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് യുവർ ഗ്രാമർ, വൊക്കാബുലറി ഒക്കെ.
അതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആണ്. അതിപ്പോൾ കേരള PSC പഠിക്കുന്നവർക്കും UPSC പഠിക്കുന്നവർക്കും SSC ESIC ബാങ്കിങ് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആയ ഒരു സെഷനാണ്. അപ്പോൾ ഇന്ന് ആർട്ടിക്കിളിനെ പറ്റി പറയാൻ നമുക്ക് ആദ്യമേ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യാം. 2 ആർട്ടിക്കിളാണ്. ഒന്ന് നമ്മുടെ നേപ്പാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന്, അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിൾ തന്നെയാണ് നേപ്പാളിൽ. അപ്പോൾ ആ ഒരു എയർ ട്രക്കിൽ പെട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ ഫാമിലി കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും, ന്യൂസ് കേട്ട് കാണുമായിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ 1. അപ്പോൾ സേഫ്റ്റി, നമ്മൾ ഏവിയേഷൻ ടൂറിസം ഒക്കെ നല്ലതാണ്, പക്ഷേ അതിനിടയ്ക്ക് സേഫ്റ്റി വിട്ട് കളഞ്ഞുകൊണ്ടുള്ള പരിപാടി നടക്കരുത് എന്ന് ഒരു വാർണിങ്ങോട് കൂടിയൊരു ആർട്ടിക്കിളാണ് ഇന്നത്തെ ആർട്ടിക്കിൾ 1. രണ്ടാമത്തെ ആർട്ടിക്കിൾ കോവിഡിന് ഒക്കെ കഴിഞ്ഞ് കോവിഡൊക്കെ റിക്കവറി ആയി എന്ന് നമ്മുടെ രാജ്യം പറയുമ്പോഴും ഇക്കണോമിക് റിക്കവറി കറക്റ്റായിട്ട് സംഭവിച്ചോ, ഫിനാൻസിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വായിച്ചോളാം എന്താണ് നമ്മുടെ അവസ്ഥ, വാട്ട് ഈസ് ദ ഇക്കണോമിക് സിനേറിയോ ഓഫ് ഇന്ത്യ ആഫ്റ്റർ കോവിഡ്, പോസ്റ്റ് കോവിഡ് എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അവർ ആർട്ടിക്കിൾ ഫോർ ദി ഡേ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ വൊക്കാബുലറിയാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, വൺ വേർഡ്സ് ഒക്കെ നോക്കാം. എന്നിട്ട് മറ്റ് വേർഡ്സിലോട്ട് ഇഡിയം, സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ജോയിൻ ചെയ്ത് എല്ലാവരും സെറ്റായത് വിശ്വസിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ്. ആദ്യത്തെ ടൈറ്റിൽ തന്നെ ഇതാണ്, ചോപ്പി വാട്ടേഴ്സ്. നമ്മൾ ട്രബിൾഡ് വാട്ടേഴ്സ് കേട്ടിട്ടല്ലേ, കഷ്ടപ്പാടാണ്, ഈ ഡിഫിക്കൽട്ട് ടൈംസ് സെയിം വേയിലുള്ളതാണ് ചോപ്പി വാട്ടേഴ്സ്. ചോപ്പി വാട്ടേഴ്സ് മീൻസ് ഡിഫിക്കൽട്ട് ടൈംസ്, ബുദ്ധിമുട്ടുള്ള സമയം അല്ലെ, ബുദ്ധിമുട്ടുള്ള ഒക്കേഷൻസ്, അതിനെ നമ്മൾ വിളിക്കും ഡിഫിക്കൽട്ട് ടൈംസ്. ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്, അവസരങ്ങൾ അല്ലേ എന്ന് പറയില്ല നമ്മൾ, ഒക്കേഷൻസ് എന്ന് പറയില്ലേ, അതാണ് ചോപ്പി വാട്ടേഴ്സ്. ചോപ്പി വാട്ടേഴ്സ് മീൻസ് ഡിഫിക്കൽട്ട് ടൈംസ്. നമ്മൾ വാട്ടർ ഇസ് ആൻ അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കും എന്തായിരിക്കും വാട്ടേഴ്സ് എന്ന് പറയുക, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആയതുകൊണ്ടാണ്. വെള്ളത്തിന് നമുക്ക് ഒരിക്കലും പ്ലൂറലായിട്ട് പറയാൻ പറ്റില്ല, വാട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വാട്ടേഴ്സ് എന്ന പ്ലൂറൽ ഒരു സംഭവം, പ്ലൂറൽ നൗൺ ഉണ്ട്. വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷൻ, സീ എന്നൊക്കെ അർത്ഥം, വാട്ടർ ബോഡീസ് എന്നുള്ള അർത്ഥമുണ്ട്. വാട്ടേഴ്സ്, സീ, ഓഷൻ, വാട്ടർ ബോഡീസ് എന്നൊരർത്ഥം ഉണ്ട്. അപ്പോൾ ചോപ്പി വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് എന്താ പറയുക, ട്രബിൾസം സീ, ചെകുത്താനം കടലിന് നടുക്കെന്ന് പറയുന്ന ആ കടലില്ലേ, അതിനാണ് ഇവിടെ ചോപ്പി വാട്ടേഴ്സ് എന്ന് പറയാം കേട്ടോ. നമ്മുടെ ചെകുത്താനം കടലിന് നടുവില്ലേ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഡെവിൾ ആൻഡ് സീ, അത് ആ സീ, അതാണ് ചോപ്പി വാട്ടേഴ്സ്, ഡിഫിക്കൽട്ട് ടൈംസ് കേട്ടോ. ആഹാ, ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് എക്സാം ഉണ്ടോ? ഹൈ ഓക്കെ. ഗുരുദാസ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? സെറ്റായിരുന്നോ? അതെ 4 പേരെങ്ങാണ്ടാണ്. കോവിഡ് ഇപ്പോഴും ഉണ്ടെന്നല്ല രജനെ, കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ പറ്റിയാണ് പറയണേ കേട്ടോ. അതെ ഗുരുദാസ്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞേ. ഉഷാറായിരുന്നോ? എഴുതാൻ പറ്റുമോ? എല്ലാം എഴുതാൻ പറ്റുമോ? അറിയാവുന്നത് എഴുതി വെക്കാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായിരുന്നു നിനക്ക്? ആക്യുറസി ആൻഡ് സ്പീഡ് എങ്ങനെ സെറ്റാക്കാൻ പറ്റുമോ എന്ന് പറയൂ. ആൻഡ് ഇൻ ലൈൻ വിത്ത്, അവിടെ നോക്കിയേ, ഇൻ ലൈൻ വിത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈനിൽ, കൃത്യം ലൈനിലാണ് ഒരു കാര്യം പോകുന്നതെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇൻ അഗ്രിമെന്റ് വിത്ത്, ഇൻ അഗ്രിമെന്റ് വിത്ത്, ഇൻ അലയൻസ് വിത്ത് എന്നൊക്കെ നമ്മൾ പറയും. ഇൻ അക്കോർഡൻസ് വിത്ത്, അതിനെയാണ് ഇൻ ലൈൻ വിത്ത് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സെയിം ആയിരുന്നു, സെയിം രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ച് പോകുന്ന അല്ലേ, കോയിൻസൈഡ് ചെയ്യുന്ന, യോജിച്ച് പോകുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇതിൽ. അടുത്ത സിൽവർ ലൈനിങ് കേട്ടിട്ടുണ്ടായിരിക്കും. സിൽവർ ലൈനിങ് നമ്മൾ പറയാറുണ്ടല്ലേ, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഒരു പ്രൊവേർബാണ് കേട്ടോ. ഈ ദേവസ്വം ബോർഡ് പഠിക്കുന്ന പിള്ളേരെല്ലാവരും ശ്രദ്ധിച്ചോണം. ദേവസ്വം ബോർഡ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക കേട്ടോ. പ്രൊവേർബൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അതിൽ. അപ്പോൾ നമ്മൾ എവറി ഡോഗ് ഹാസ് എ ഡേ എന്നൊക്കെ പറഞ്ഞൊരു പ്രൊവേർബ് അല്ലേ, അതുപോലെ എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് ഒരു പ്രൊവേർബാ. ക്ലൗഡ് എന്ന് പറയുന്ന നെഗറ്റീവ് ടേം ആയിട്ടാണ് ഇംഗ്ലീഷ് ഇതിൽ പറയാം. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മൂടിക്കിടക്കുന്ന അല്ലേ, ഒരു വല്ലാണ്ടൊരു നെഗറ്റീവ് അവസ്ഥയാണ്. മൂടിയിരിക്കുക എന്ന് പറയുമ്പോൾ, മൂടിയാണെന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കിയേ, വല്ലാണ്ടൊരു മേഘം എന്ന് പറയുമ്പോൾ തന്നെ സംതിങ് ഈസ് പ്രോബ്ലമാറ്റിക് ഒരു സിറ്റുവേഷനാണ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയാണ് പറയുന്നത് ക്ലൗഡ്. അപ്പോൾ എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ, എല്ലാം ശരിയാവുന്നേ അർത്ഥമാണ്. അപ്പോൾ സിൽവർ ലൈനിങ് എന്ന് പറയുന്നത് ഹോപ്പ്ഫുൾ പ്രോസ്പെക്റ്റ് അറിയാലോ, പോസിബിലിറ്റി, ലൈക്ലിഹുഡ്, നടക്കും, സെറ്റാവുന്നേ, അതൊക്കെ ഒരു വഴിയുണ്ട് എന്ന് പറയില്ലേ, എല്ലാം ശുഭമായി അവസാനിക്കും, ശുഭപര്യാവസാനി ആകും എന്നൊക്കെ പറയില്ലേ, ലൈക്ലിഹുഡ്.
അപ്പോൾ ലൈക്ലിഹുഡ് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്ന ഒന്നാണ് സിൽവർ ലൈനിങ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. ദർ ഇസ് എ പോസിറ്റിവിറ്റി, അല്ലെ ദർ ഇസ് സംതിങ് പോസിറ്റീവ് എന്തെങ്കിലും നല്ലത് വരും എന്നൊരു അർത്ഥമില്ലേ, അതിനെയാണ് സിൽവർ ലൈനിങ് എന്ന് പറയാം. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രൊവേർബ് ഈ PSC കാർക്ക് പ്രൊവേർബിൽ LD കാർക്ക് പ്രത്യേകിച്ച് LDC ക്ലറിക്കൽ എക്സാം എഴുതുന്നവർക്ക് പ്രൊവേർബിൽ നിന്ന് ചോദ്യം വരാറുണ്ട്, ശ്രദ്ധിച്ചോണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പ്രൊവേർബ് അധികം പഠിച്ചു വെച്ചോളാം. അടുത്ത ഫ്ലെയർ അപ്പ്. ഫ്ലെയർ അപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഡിസ്കസ് ചെയ്തു. ഫ്ലെയർ അപ്പ് ആവുക എന്ന് പറഞ്ഞാൽ സംഗതി വഷളാവുക, എക്സാസബേറ്റ് ആവുക, വേഴ്സൺ ആവുക, ബി വേഴ്സ് അതായത് വേഴ്സൺ ആവുക എന്നൊരർത്ഥമുണ്ട് ഫ്ലെയർ അപ്പ്. അല്ലാതെ ഫ്ലെയർ അപ്പ് നൗൺ ആയിട്ട് ഉപയോഗിക്കും. ദർ വാസ് എ ഫ്ലെയർ അപ്പ്, ഒരു ഫ്ലെയർ അപ്പ് നടന്നു അവിടെ എന്നെടുത്ത്, അതായത് അടുപ്പിച്ച് വരുമ്പോൾ ഹൈഫനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് വരും ഫ്ലെയർ അപ്പ് എന്ന വാക്ക്. അങ്ങനെ വരികയാണെങ്കിൽ ഫ്ലെയർ അപ്പിന്റെ അർത്ഥം സഡൻ ഔട്ട് ബേഴ്സ്റ്റ്, പെട്ടെന്നൊരു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ചില്ലറ പൊട്ടിത്തെറി അല്ല, വയലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവിന്റെ പൊട്ടിത്തെറി ആയിരിക്കണം. സംതിങ് വയലൻസ് ഓർ സംതിങ് ബാഡ്, അതിന്റെ ഒരു സഡൻ ഔട്ട് ബേഴ്സ്റ്റ് നടന്നു എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ, എ ഫ്ലെയർ അപ്പ് ഓഫ് കമ്മ്യൂണൽ വയലൻസ് ഹാപ്പൻ യെസ്റ്റർഡേ, ഇന്നലെ എന്ന് പറയില്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ ഫ്ലെയർ അപ്പ് എങ്ങനെ വരണമെന്ന് അറിയോ? ഒന്നെങ്കിൽ FLREUP ഒരുമിച്ച് വരിക, ഓർ FLARE കഴിഞ്ഞിട്ട് -UP വരിക. അപ്പം നൗൺ ഫോർമുലേഷനിൽ അത് ഉപയോഗിക്കും. അതിന്റെ മീനിങ് ആണ് ഇത് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കാം, റൈസിങ് ടൈഡ്. ടൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തിരമാല, വേവിനാണ് ടൈഡ് പറയുക. സോ റൈസിങ് ടൈഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ എമൗണ്ട് കൂടുന്നതിന് നമ്മൾ പറയും റൈസിങ് ടൈഡ് ഓഫ് ഇൻഫ്ലേഷൻ, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യമാണ് റൈസിങ് ടൈഡ്. ഓക്കെ, റൈസിങ് ടൈഡ് ഓഫ് ഹോപ്പ്. പ്രതീക്ഷയുടെ ഒരു കുറച്ച് പ്രതീക്ഷ ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ് ഈസ് റൈസിങ് ടൈഡ്. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ഇഡിയംസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഓക്കെ, ചോപ്പി വാട്ടേഴ്സ് ഇഡിയമാണ്. ഇൻ ലൈൻ വിത്ത് നമ്മുടെ ഫ്രേസൽ വേർബ്, ഫ്രേസ് ആണ്, ഇറ്റ്സ് നോട്ട് ഫ്രേസൽ വേർബ്, ഇറ്റ്സ് ഫ്രേസ്, പ്രപ്പോസൽ ഫ്രേസ് ആണ്. സിൽവർ ലൈനിങ് ഇഡിയമാണ്, ഫ്ലെയർ അപ്പ് ഇഡിയം ഫ്രേസൽ വേർബ് ആണ്, റൈസിങ് ടൈഡ് വീണ്ടും ഇഡിയമാണ്. സോ ഇന്ന് കൂടുതലും ഇഡിയംസ് ആണ് കേട്ടോ. ഡേ 4 ഇഡിയം. സിമ്പിൾ ആയിരുന്നെങ്കിലും 15 എണ്ണം ചെയ്തു. ഓക്കെ, all right, okay, in line with your example പറയാം. Okay, I will tell you, the opposition party is in line with dash, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ കേട്ടോ. in line with this proposal, അല്ല, in line with ഇത് അവരുടെ പേര് ആരുമായിട്ട് ഇതാണ്, in line with the ruling party, the opposition party is in line with ruling party about this proposal. എന്തെങ്കിലും ഒരു പ്രൊപ്പോസലിന്റെ പേര് പറഞ്ഞ് ആ ഒരു പ്രൊപ്പോസലുമായിട്ട് ഐക്യദാർഢ്യം, അതുമായിട്ട് അഗ്രിമെന്റ് ആണ് അവർക്ക്, അതുമായിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. സെയിം ആണ്, അതിന് വേറെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല എന്ന് പറയില്ല. ഓൺ ദ സെയിം പേജ്, സെയിം അർത്ഥമാണ്. ഓൺ ദ സെയിം പേജ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഇൻ ലൈൻ വിത്ത് മീൻസ് ഓൺ ദ സെയിം പേജ്, സെയിം സാധനം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതാണ്. ഓൾ റൈറ്റ്, സ്പീഡ് മുമ്പത്തെ അപേക്ഷിച്ച് ബെറ്റർ ആയിരുന്നു. വെരി ഗുഡ്. ഫസ്റ്റ് 90 above ക്വസ്റ്റ്യൻസ് വായിച്ച് 50 above അറ്റൻഡ് ചെയ്തു. ഓക്കെ, ശരി. ഹസ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് വൈഫ്. ഓക്കെ, ഗ്രേറ്റ്. ദേ സ്റ്റാർട്ട് ടു ബിൽഡ് ദി അപ്പാർട്ട്മെന്റ് ഇൻ ലൈൻ വിത്ത് ദ ഓണർ. ഓൾ റൈറ്റ്, ഇൻ അഗ്രിമെന്റ് വിത്ത്. ഇൻ ലൈൻ വിത്ത്, ഗുരുദാസ് ഇൻ ലൈൻ വിത്ത് അത്രേ ഉള്ളൂ, ഒരേ രീതിയിൽ. ഫോർ എക്സാമ്പിൾ, ഗുരുദാസ് ഇസ് ഇൻ അലൈൻ വിത്ത്, അല്ലെങ്കിൽ സോറി, ഇൻ ലൈൻ വിത്ത് മൈ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയനുമായിട്ട് അവന് എഗ്രിമെന്റ് ആണ്, അതുമായിട്ട് അവൻ യോജിക്കുന്നു. നമ്മളിപ്പോൾ നീയും ഞാനിപ്പോൾ ഒരേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ ഐ ക്യാൻ സേ ഹീസ് ഇൻ ലൈൻ വിത്ത് മീ, എന്നോടായിട്ട് യോജിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഹീസ് ഇൻ ലൈൻ വിത്ത് മൈ പ്രപ്പോസൽ, അവൻ ഞാൻ പറയുന്ന എൻ്റെ പ്രപ്പോസലുമായിട്ട് എഗ്രിമെന്റ് ആണ്, അവന് ഓക്കെ ആണ്, ഹീസ് ഓക്കെ വിത്ത് ഇറ്റ്. പിന്നെ നിനക്ക് എന്താ അല്ലേ, വാട്ട് അബൌട്ട് യു എന്ന് ചോദിക്കല്ലേ. ദാറ്റ്സ് ഇറ്റ്. അതെ, ഫ്ലെയർ അപ്പ് ഫ്രേസൽ വേർബ് ആണ്, അതാണ് വേഴ്സൺ എന്ന അർത്ഥം ഞാൻ പറഞ്ഞ ഫ്രേസൽ വേർബ് ആണ്. ബട്ട് ഞാൻ പറഞ്ഞിട്ട് ഔട്ട്ലേ, ലേ ഔട്ട്, ഇന്നലെ ലുക്ക് ഓവർലുക്ക് ഒക്കെ കണ്ടില്ലേ, അതുപോലെ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സും ഉണ്ട്. അപ്പൊ ഈ ഫ്ലെയർ അപ്പ് നൗണുമായിട്ട് ഉപയോഗിക്കും. ദർ വാസ് എ ഫ്ലെയർ അപ്പ് ഇൻ ദ സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട് ബേഴ്സിനെ പറ്റി, ഒരു പെട്ടെന്നൊരു പൊട്ടി പുറപ്പെടുന്ന എന്തെങ്കിലും സാധനത്തിനാണ് സഡൻ ഔട്ട് ബേഴ്സ്റ്റ് എന്ന് പറയാം. അപ്പം പ്രത്യേകിച്ച് വയലൻസോ രോഗമോ ഒക്കെ സഡൻ ഔട്ട് ബേഴ്സ്റ്റ് ഓഫ് അല്ലെ, ഫ്ലെയർ അപ്പ് ഓഫ് COVID-19, ഫ്ലെയർ അപ്പ് ഓഫ് പാൻഡമിക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നൗൺ ആയിട്ട് ഉപയോഗിക്കും, ബട്ട് വിതൗട്ട് ഗ്യാപ്പ്, ഹൈഫനേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ. അതിനെയാണ് നൗൺ പറഞ്ഞത് കേട്ടോ ദീപക്. Now I'm going through choppy waters. Okay, that's great sentence ആണ്. Choppy waters in our life becomes us more strong. becomes us അല്ല, makes us more strong. Makes us more strong കേട്ടോ.
പ്രവി പറഞ്ഞ ഉദ്ദേശിച്ചത് നമ്മളെ ആക്കി മാറ്റും അല്ലേ, സ്ട്രോങ് ആക്കും എന്നല്ലേ. അപ്പം ഇങ്ങനെ കൊടുക്കാം, എന്താണ്, ചോപ്പി വാട്ടേഴ്സ് ഇൻ ആർ ലൈഫ് മേക്സ് us മോർ സ്ട്രോങ് എന്ന് കൊടുക്കരുത്. അതിന് പകരം വേറൊരു അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ, കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ് നമുക്ക് ഉണ്ടല്ലോ, മേക്സ് us സ്ട്രോങ് കൊടുക്കുക കേട്ടോ. പ്രവി അതാണ് കറക്റ്റ്. മോർ സ്ട്രോങ് ഈസ് നോട്ട് റൈറ്റ്. അപ്പം എന്ത് കൊടുക്കണം? ചോപ്പി വാട്ടേഴ്സ് ഇൻ എ ലൈഫ് മേക്സ് us സ്ട്രോങ്. ഇൻ ദി ചോപ്പി വാട്ടേഴ്സ് ദർ ഇസ് സിൽവർ ലൈനിങ്. ഗ്രേറ്റ് ഉണ്ട്. ഗ്രേറ്റ് ഷമാസെ. ഫ്ലെയർ അപ്പ് വേർബായി യൂസ് ചെയ്യാലോ. ഓഫ് കോഴ്സ്, അതാ ഞാൻ പറഞ്ഞത്. ഫ്ലെയർ അപ്പ് ഫ്രേസൽ വേർബ് ആണ്. അതല്ലേ ബി വേഴ്സ് എന്ന് പറഞ്ഞേ. ഇപ്പോഴും ഞാൻ പറഞ്ഞ കത്തിയില്ല. നമ്മുടെ ഫ്ലെയർ അപ്പ് എന്ന് പറഞ്ഞാൽ വേഴ്സൺ, വഷളാവുക എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, എക്സാസബേറ്റ്. കേട്ടോ. ഇൻ ലൈൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ് വിൽ ഇൻക്രീസ് ഹാർമണി എമംഗ് ദി ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, അതങ്ങനെ കൊടുക്കരുത്. അതൊരു ക്ലോസ് ആയിട്ട് കൊടുക്കുക. വെൻ യു ആർ ഇൻ ലൈൻ വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്, വെൻ യു ആർ ഇൻ ലൈൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്, അല്ല സോറി അത് വേണ്ട. ഇതിന് ഇതായിട്ട് തന്നെ കൊടുക്കണമെങ്കിൽ, ഫ്രേസ് ആയിട്ട് തന്നെ പ്രവിക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ബീയിങ് ഇൻ ലൈൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ്, അവിടെ നൗണ് വേണ്ടേ, അപ്പൊ നൗണായിട്ട് ജെറണ്ട് കൊണ്ടുവരുന്നു. ബീയിങ് ഇൻ ലൈൻ വിത്ത് ഫാമിലി മെമ്പേഴ്സ് വിൽ ഇൻക്രീസ് ഹാർമണി അമംഗ് ദ ഫാമിലി മെമ്പേഴ്സ് കൊടുക്കും കേട്ടോ. പിന്നെ ഫാമിലി മെമ്പേഴ്സ് റിപ്പീറ്റഡ് കൊടുക്കാതെ അമംഗ് ദം എന്ന് കൊടുത്താലും മതി. ദം ഫാമിലി മെമ്പേഴ്സ് തന്നെ മീനിങ് വരുള്ളൂ കേട്ടോ. പോസ്റ്റ് കോവിഡ് ടാക്സേഷൻ പോളിസീസ് ആർ ഗിവൺ എ സിൽവർ ലൈനിങ് ഫോർ ഹിസ് ബിസിനസ്. ഗ്രേറ്റ്. Are giving a silver lining for his business. Great. Authority should avoid to flare up problems. Okay, great. The tracking rules and regulations are followed by many anticipated rising tide of accident deaths. Okay, great. I'm in line with India's geopolitics. Great. Yes, phrasal verb. COVID was in a rising tide in the last month. Yes. എക്സാസബേറ്റ് മാം മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ നല്ല ഫെമിലിയർ വേർഡാണ്. യെസ്, എക്സാസബേറ്റ് ഇന്റൻസിഫൈ ചെയ്യുക, വേർഡ്സും ചെയ്യുക, വഷളാക്കുക, ഫയർ അപ്പ്, അതാണ് കേട്ടോ. ഐ മീൻ ലൈൻ വിത്ത് എ ലേഡി. ഓക്കെ, യു ആർ ഇൻ ലൈൻ വിത്ത് എ ലേഡി, ദാറ്റ്സ് ഗ്രേറ്റ്. ലൈൻ അടിക്കുന്ന കാര്യമാണോ? ആ ലൈൻ അല്ല ഇത്. നീ ഉദ്ദേശിച്ച ലൈൻ അതല്ല. ഈ ലൈനും ആ ലൈനും ഡിഫറെൻ്റ് ആണ് കേട്ടോ രജനെ. അത് വേറെ ലൈൻ, ഇത് വേറെ ലൈൻ. ലൈൻ മാറിപ്പോയി. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. അപ്പൊ മറക്കല്ലേ, ചോപ്പി വാട്ടേഴ്സ് ഇൻ ലൈൻ വിത്ത് സിൽവർ ലൈനിങ്, ഫ്ലെയർ അപ്പ്, റൈസിംഗ് ടൈഡ്. അടുത്ത നോക്കിക്കേ, ഫോർ ദ സേക്ക് ഓഫ്. നമ്മൾ പറയല്ലേ, ഫോർ ദ സേക്ക് ഓഫ് മീ, എനിക്ക് വേണ്ടി നീ ചെയ്യടാ. ഫോർ ദ പർപ്പസ് ഓഫ് മീ, ഫോർ ദ പർപ്പസ് ഓഫ്, ആർക്ക് വേണ്ടിയിട്ട്. ഫോർ ദ സേക്ക് ഓഫ്, ആർക്കോ വേണ്ടിയിട്ട്. ഫോർ ദ അഡ്വാൻറ്റേജ് ഓഫ്, ഫോർ ദ പർപ്പസ് ഓഫ്, ഫോർ ദ ബെനിഫിറ്റ് ഓഫ്. നമ്മൾ പറയില്ലേ, ഫോർ ദ ബെനിഫിറ്റ് ഓഫ്, ഫോർ ദ പർപ്പസ് ഓഫ്, അങ്ങനെയാണ് അർത്ഥം. സ്ഥിരം യൂസേജ് അല്ലെ. ഫോർ ദ സേക്ക് ഓഫ് എന്നാണ്, ഒരിക്കലും ഇൻ ദ സേക്ക് ഓഫ് എന്ന് കൊടുക്കരുത്. ഫോർ ദ ബെനിഫിറ്റ് ഓഫ്, ഫോർ ദ അഡ്വാൻറ്റേജ് ഓഫ് എന്നൊക്കെ പറയും. അടുത്ത കോൾ ഫോർ, നമ്മുടെ ഓതറിന്റെ സ്ഥിരം ഓർ റിക്വസ്റ്റ് ചെയ്യാം. ദാറ്റ് ഇസ് കോൾ ഫോർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് ചെയ്യുക മീൻസ് നമുക്കറിയാം രണ്ടർത്ഥമുണ്ട്. പക്ഷെ ഇന്ന് ചോദിച്ച് പുട്ട് ഔട്ട് ആദ്യം തന്നെ പറയാം. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂസേജസ്. പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, തീ അണയ്ക്കുക. ദാറ്റ് ഇസ് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് ഫയർ പറയും. ഓക്കെ, പക്ഷേ ഇന്ന് വന്നേക്കുന്ന പുട്ട് ഔട്ട് ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. ലേ സംതിങ് ഔട്ട് റെഡി ഫോർ യൂസ്. ഒരു കാര്യം ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു കാര്യം സെറ്റ് ചെയ്ത് പുറത്തോട്ട് കൊടുക്കുകയാണ്. ലേ സംതിങ് ഔട്ട്, സ്പ്രെഡ് ചെയ്യാണ്. സ്പ്രെഡ് സംതിങ് അല്ലെ, പുറത്തോട്ട്. ഇപ്പം നമ്മൾ പോലെ ലേ ഔട്ട് യുവർ വെപ്പൺ, പുറത്തോട്ട് വെക്ക്. ലേ ഔട്ട് അല്ല, ലേ യുവർ വെപ്പൺ എന്ന് പറയുന്നത്. സോ ലേ ഔട്ട് ദ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെക്ക്, പുറത്തോട്ട് വെക്ക്. ലേ സംതിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് വെക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പുറത്തോട്ട് വെക്കുക എന്നാണ് നമ്മുടെ അർത്ഥം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പുട്ട് ദ ഡേറ്റ ഔട്ട് ഫോർ എന്നോ സംതിങ് അല്ലെ. ഇപ്പൊ നേപ്പാളിലെ ഇൻസിഡന്റ് കഴിഞ്ഞ പിന്നെ നേപ്പാളിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്യപ്പെടുന്നത്. ഡേറ്റ ഒക്കെ പുറത്തോട്ട് വരുന്നത്. എന്താ സംഭവം എന്നുള്ള അറിയാൻ വേണ്ടി ഡേറ്റ പുറത്തോട്ട് വെച്ചു എന്നാണ് എൻ്റെ അർത്ഥം. പുട്ട് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡേറ്റ പുറത്തോട്ട് വെച്ചു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സോ ഇങ്ങനെ ഒരു അർത്ഥവും കൂടെ ഈ പുട്ട് ഔട്ടിനുണ്ട്. അത് ഇന്ന് ഉപയോഗിച്ചേക്കുന്ന സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, മിസ് എന്നിട്ട് പറയാതിരുന്നതെന്ന് തോന്നരുത്. പുട്ട് ഔട്ടിന് രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് എക്സ്റ്റിങ്ക്യൂഷ് ആൻഡ് അടുത്തത് ലേ സംതിങ് ഔട്ട് റെഡി ഫോർ യൂസ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വെക്കുക. ആൻഡ് അടുത്തത് ഇസ് എ വൺ വേർഡ് അൺബണ്ടിൽ. അൺബണ്ടിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ അതിന് ഹോൾസെയിൽ എന്ന് പറയും. അൺബണ്ടിൽ എന്ന് റീറ്റെയിൽ ആയിട്ട്, അതായത് ചാർജ് ഫോർ സർവീസസ് സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാണ് ഒരു കാര്യത്തിന്. ഹോൾസെയിൽ ആയിട്ട് ബണ്ടിലായിട്ടല്ല. അൺബണ്ടിൽ മീൻസ് നമ്മുടെ ഇക്കോണമിയിൽ പറയുന്ന ഫിനാൻസിൽ പറയുന്ന ഒരു ഇതാണ്. അൺബണ്ടിൽ മീൻസ് ചാർജ് ഫോർ സർവീസസ് സെപ്പറേറ്റ് ആയിട്ട് എക്യുപ്മെന്റിനോ സർവീസസിനോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കും അൺബണ്ടിൽ ഓർ അൺബണ്ടിലിംഗ് എന്നൊക്കെ നമ്മൾ പറയും. വൺ വേർഡ് ആണ്, ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ്, കോൾ ഫോർ, പുട്ട് ഔട്ട്, അൺബണ്ടിൽ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ലൈവിൽ 40 പേര് കൂടുതലുണ്ടല്ലോ. യു നോ വാട്ട് ടു ഡു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ഇടുക. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. പകുതി പേര് പോലും ഇഷ്ടപ്പെട്ടിട്ടോ ഉപയോഗപ്പെട്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു, ഇഫ് ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ഫോർ യു, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. എന്താണ് മടിക്കുന്നേ? ഓക്കെ, നോക്കട്ടെ സെന്റൻസ്. Anger and misunderstanding flared up their relation. Great. Choppy waters in our life makes us stronger. Yes, Pravi. Every suffered person becomes silver lining once. Becomes silver lining alla. Will see a silver lining. Allengil ingane kodukam. Every suffered person's life has a silver lining. Every dog has a day ennu parayunna pole. Every person's suffering life allengil suffering life of every person has a silver lining. Oru hope undu. ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു വകയുണ്ട് എന്നാണ് അർത്ഥം. അവിടെ ബിക്കം സിൽവർ ലൈനിങ് എന്ന് പറയില്ല കേട്ടോ. സിൽവർ ലൈനിങ് വരും, അതിന് സിൽവർ ലൈനിങ് വരും എന്നാ. സിൽവർ ലൈനിങ് ഒരു നൗണാണ്, ലൈനിങ് അല്ലേ, വരാം. ഓൾറൈറ്റ്, യെസ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. പാർവതി, ഗുഡ് മോർണിംഗ്. ഇഫ് ദി യൂറോപ്യൻ പീപ്പിൾ ആർ നോട്ട് സ്റ്റിൽ കോഷ്യസ്, they will end up in flaring up health condition. All right, worsening. Great. He did that for the sake of God. Okay. We should study for the sake of ourselves. അതെ, നമുക്ക് വേണ്ടി പഠിക്കണം. അത് കറക്റ്റാണ് രാജേശ്വരി. For the sake of public advantage. For the sake of public advantage എന്ന് പറയണ്ട. For the sake of public. പബ്ലിക്കിന് വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ പബ്ലിക്കിന്റെ ഗുഡിന് വേണ്ടി താ. പിന്നെ അതിൽ അഡ്വാൻറ്റേജ് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഫോർ ദ സേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ പിന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ പബ്ലിക്കിൻ്റെ നല്ലതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഓക്കെ, ഫോർ ദ പബ്ലിക് ഗുഡ്, നന്മ എന്ന് കൊടുത്തു. ഫോർ ദ സേക്ക് ഓഫ് പബ്ലിക് അഡ്വാൻറ്റേജിന് പകരം ഫോർ ദ സേക്ക് ഓഫ് പബ്ലിക് ഗുഡ്, നന്മയ്ക്ക് നന്മ എന്ന നൗൺ കൊടുത്തു. അതോറിറ്റീസ് വോണ്ട് ടു ഇംപ്ലിമെന്റ് ദി സ്ട്രിഞ്ചന്റ് ലോസ് പ്രോപ്പർലി. ഓക്കെ, ഗ്രേറ്റ്. ദ പൊളിറ്റീഷ്യൻസ് മസ്റ്റ് കൺട്രോൾ ദ ഫ്ലെയർ പ്രോബ്ലം. ദ ഫ്ലെയർ പ്രോബ്ലം അല്ല അബ്രാമേ, അവിടെയാണ് ഫ്ലെയർ അപ്പ് പ്രോബ്ലം ഇൻ ദ പാർട്ടി കേട്ടോ. ഫ്ലെയർ അപ്പ് ഒറ്റ വാക്കായിട്ട് കൊടുക്കണേ, ഹൈഫനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ. ഫോർ ദ സേക്ക് ഓഫ് സേവിംഗ് ദ പീപ്പിൾ ഐ കോൾ 911 ഫോർ പുട്ടിംഗ് ഔട്ട് ഫയർ. ഗ്രേറ്റ്. അൺബണ്ടിൽ എക്സാമ്പിൾ പറയാലോ. അൺബണ്ടിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നേപ്പാൾ എയർക്രാഫ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ പറയുന്നതാണ്. It was said that there was unbundling while they purchased the products. അങ്ങനെ കണ്ട്. It was said that they unbundled the products while purchasing. എന്തായാലും കൊടുത്തു, രണ്ടായാലും കൊടുത്താൽ മതി. അൺബണ്ടിലിംഗ് ജെറണ്ടായിട്ട് കൊടുക്കാം, വെർബായിട്ട് കൊടുക്കാം. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, യെസ്. ലെയ്ഡ്. യെസ്. ആ, ലെയ്ഡ് ആണോ? ഒരു ലെയും കൂടെ ഉണ്ടല്ലോ. ലെയിൻ കിടക്ക. ഇത് ലെയ്ഡ്. പഠിച്ചു പാർവതി. ഗ്രേറ്റ്. ദ വെരി സിറ്റുവേഷൻ കോൾ ഫോർ മോർ അറ്റൻഷൻ ഫ്രം ദ ഒഫീഷ്യൽസ്. ഗ്രേറ്റ്. 2 പ്രാവശ്യം ലൈക്ക് ചെയ്തോ? അത് കൊള്ളാലോ. അപ്പോൾ ലൈക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ദീപക്, ശരി, താങ്ക് യു സോ മച്ച്. നമ്മൾ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്, ലൈക്ക് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഫിലോസഫി സേസ് ദാറ്റ് വൺ വിൽ സക്സസ് അല്ല ഗുരുദാസേ, വൺ വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ്. അതിനുശേഷം മെയിൻ വെർബ് കൊടുക്കണ്ടേ, അതും V1 ആയിട്ട്. വൺ വിൽ സക്സീഡ് ബൈ ചോപ്പി വാട്ടേഴ്സോ ഡിഫിക്കൽട്ട് ടൈംസ് വഴി രക്ഷപ്പെടുന്നാണോ? ഇൻ ഡിഫിക്കൽട്ട് ടൈംസ്, അതല്ലേ കറക്റ്റ്? ഇതാണ് കറക്റ്റ്. ഡിഫിക്കൽട്ട് ടൈംസിൽ സക്സീഡ് ചെയ്യും എന്നല്ല. ഫിലോസഫി സേസ് ദാറ്റ് ഡിഫിക്കൽട്ട് ടൈംസ് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈ കറക്റ്റാ. ഫിലോസഫി സേസ് ദാറ്റ് വൺ വിൽ സക്സീഡ് ബൈ ചോപ്പി വാട്ടേഴ്സ്. എൻഡപ്പിന് ശേഷം ഇൻ പ്രൊപ്പോസിഷനോ? നോർമലി അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഹി എൻഡപ്പ് ഇൻ വേണ്ട, ഇന്നാണെങ്കിൽ നമുക്ക് അവിടെ നൗൺ കൊടുത്ത് എൻഡപ്പ് ഇൻ എ സിറ്റുവേഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി കൊടുക്കാം. ഹി എൻഡപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എൻഡപ്പ് കഴിഞ്ഞിട്ട് എന്താ പറയുക,
ഫ്രേസൽ വെർബിന് ശേഷം പ്രിപ്പോസിഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല, അത് വേണം. എൻഡ് അപ്പ് ഇൻ, അത് തന്നെ. ഹീസ് എൻഡ് അപ്പ് ഇൻ ട്രബിൾ പറയാം. ഹീസ് എൻഡ് അപ്പ് ഇൻ എ ഗുഡ് സിറ്റുവേഷൻ, ഹി എൻഡഡ് അപ്പ് ഇൻ എന്നൊക്കെ പറയാം, അതിൽ തെറ്റില്ല, അതാണ് വേണ്ടത്. പിന്നെ എൻഡ് അപ്പ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് കൊടുക്കാം, അഡ്വേർബ് കൊടുക്കാം, അതും കുഴപ്പമില്ല. അഡ്ജക്റ്റീവ് അഡ്വേർബ് കൊടുത്താലും കുഴപ്പമില്ല. അല്ലാതെ നൗണാ കൊടുക്കുന്നെങ്കിൽ ഫ്രേസൽ വെർബ് പ്രിപ്പോസിഷൻ ഇന്ന് വേണം കേട്ടോ. ഓക്കെ. ലേ സംതിങ് എന്നാൽ പുറത്തോട്ട് വെക്കുക എന്നർത്ഥം. പുറത്തോട്ട് വെക്കുക, ലേ സംതിങ് എടുത്തു വെക്കുക എന്ന് പറയില്ലേ, അതാണ് ഡെസിഫാന. ദ നേഷൻ കോൾസ് ഫോർ റിഡ്യൂസിങ് ബ്രെയിൻ ഡ്രെയിൻ ബൈ ദ സാലഡ് ഡേയ്സ് ഫോർ ദി സേക്ക് ഓഫ് ഡെവലപ്മെന്റ്. യെസ് യെസ് യെസ്. സംതിങ്, അത് STH സംതിങ്, സംതിങ്ങിന്റെ ഷോർട്ടാണേ. അത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് മീൻസ് സംതിങ്, ഷോർട്ട് ഫോം ആണേ. ഇത് സംതിങ് TH ആണ്. നിങ്ങൾ എൻ്റെ ഫ്രേസൽ വെർബിൻ്റെ ഇതിലൊക്കെ എപ്പോഴും ഇഡിയംസിൽ എപ്പോഴും STHും SBയും കാണാം. SB മീൻസ് സംബഡി, STH സംതിങ്. ഡിഫറൻസ് അതാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ദേവിക, ഗുഡ് മോർണിംഗ്. Yes, the exhaustion we did last day was for the sake of the urgency of funds. Great. Unbundle അത് അൺബണ്ടിൽ ചെയ്യുക. അൺബണ്ടിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റീറ്റെയിൽ ആയിട്ടൊരു കാര്യം മേടിക്കാന്ന് പറയില്ല. ഇപ്പം നമ്മളൊരു കടയിൽ പോയി സാധനം മേടിക്കാൻ പോയി. ഇപ്പം നമ്മളിപ്പോൾ ഒരു കച്ചവടം നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അൺബണ്ടിൽ ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യുക. അതായത് മൊത്തത്തിലും ഹോൾസെയിലായിട്ട് നമ്മൾ മൊത്തത്തിൽ മേടിക്കുവാണെങ്കിൽ കുറച്ച് പൈസ കുറച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരുമിച്ച് മേടിക്കുമ്പോൾ ഒരുമിച്ചത് ഹോൾസെയിലായിട്ടല്ല മേടിക്കുക, അതിന് പൈസയും കുറച്ച് കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഞാൻ പോയൊരു സാധനം മേടിച്ചു, ഞാനിപ്പോൾ എൻ്റെ വണ്ടി പണി എടുത്തോണ്ടിരിക്കുക, ഞാൻ തന്നെ സ്വന്തം പണിയെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് പണിയെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇന്ന സാധനം മാറ്റി, അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് മാറ്റാം. അയ്യോ ഇവിടേക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതങ്ങ് മാറ്റിയേക്കാം. അപ്പം ഞാൻ വേറൊരു കടയിൽ പോയിട്ട് എന്തോ മേടിച്ചു. അങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ പറയാം അൺബണ്ടിൽ ചെയ്യാന്ന് പറയാം കേട്ടോ. ദീപക്, എൻഡപ്പിന് ശേഷം എന്ന പ്രൊപ്പോസിഷൻ മസ്റ്റ് ആണ്, അതാ ഞാൻ പറഞ്ഞത്. അതെ കേട്ടോ. യെസ്. ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് ഇസ് യൂസ്ലെസ്. ഫോർ ദ സേക്ക് ഓഫ് സംതിങ് ഇസ് യൂസ്ലെസ്. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ചേഞ്ച്, ശരിയാണ്. ദീപക്, ഗ്രേറ്റ്. പീപ്പിൾ വോണ്ട് ടു ചൂസ് ഗുഡ് പൊളിറ്റിക്സ് ഫോർ ദ സേക്ക് ഓഫ് പബ്ലിക് സർവീസ്. ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഗ്രേറ്റ്. അപ്പം നമുക്ക് പോവാം, അടുത്ത ഇതിലോട്ട് പോവാം. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഫോർ ദ സേക്ക് ഓഫ് മറക്കണ്ട, കോൾ ഫോർ പുട്ട് ഔട്ട് അൺബണ്ടിൽ കേട്ടോ. ഐ ഗോട്ട് എ കോൾ ഫോർ ആൻ ഇന്റർവ്യൂ. ഗ്രേറ്റ്. പക്ഷെ ഇവിടെ ആ കോൾ ഫോർ അല്ല. ഇവിടെ അബ്രാമ കോൾ ഫോർ എന്ന് പറയുന്നത് ഫ്രേസൽ വെർബ് ആയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഗോട്ട് എ കോൾ, എനിക്കൊരു കോൾ കിട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർവ്യൂവിന് വേണ്ടി. ഇവിടെ ഫ്രേസൽ വെർബ് ആയിട്ടല്ല കോൾ ഫോർ ഉപയോഗിച്ചിരിക്കുന്നത്. കോൾ ഒരു നൗൺ ആയിട്ടും ഫോർ അതിൻ്റെ ഒരു പ്രിപ്പോസിഷൻ ആയിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഫ്രേസൽ വെർബ് ആയിട്ടല്ല കേട്ടോ. റീറ്റെയിൽ അൺബണ്ടിൽഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ പ്രോസസ്. ഗ്രേറ്റ്, അത് കൊള്ളാം. വൈൽ വി പ്രാക്ടീസ് എവറി ഡേ, വൈൽ വി പ്രാക്ടീസ്ഡ് ആണോ? അല്ല. വൈൽ വി പ്രാക്ടീസ് എവറി ഡേ ആ നോളജ്. അവിടെ റൈസിങ് ടൈഡ് എന്ന് പറയുന്നത് നൗൺ ആണ്. റൈസിങ് ജെറൻ ഫോർമുലേഷൻ. റൈസിങ് ടൈഡ്, ടൈഡ് ഉയരുന്ന ടൈഡ്, അതായത് ഇൻക്രീസ് ചെയ്യുന്നു, സംതിങ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സംതിങ്. ഇൻക്രീസ് നൗൺ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ ഇൻക്രീസ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചേക്കുന്നത് നൗൺ ആയിട്ടാണ്, നൗൺ ഫോർമുലേഷൻ. ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ സംതിങ് അല്ലേ എന്ന് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ പ്രവി എന്ത് ചെയ്യണമെന്ന് അറിയോ? പിന്നെ എവറിഡേയുടെ കൂടെ പാസ്റ്റ് ടെൻസ് കൊടുക്കരുത്. വൈ വി പ്രാക്ടീസ് എവറിഡേ, നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്താൽ അല്ലേ. ഇഫ് വി പ്രാക്ടീസ് എവറിഡേ there will be a rising tide in our knowledge. കേട്ടോ, if we practice every day there will be a rising tide in our knowledge. That's it. മൂവിങ് ഓൺ. അപ്പം നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ കോഴ്സുകൾക്കെല്ലാം. ആരെങ്കിലും നമ്മൾ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർ, SSCക്ക് പഠിക്കുന്നവരുണ്ടെങ്കിൽ, ബാങ്കിന് പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോഴ്സുണ്ട്. PSCക്ക് ഉള്ള എക്സാംസുകൾക്കുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ 3ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2 ബാച്ച് ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആണ്. 3ാമത്തെ ഒരു ബാച്ച് നമ്മൾ കൊണ്ടുവരികയാണ് ഡിഗ്രി പ്രിലിംസ് എക്സാംസിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം 8 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന 2 കൂടെ, അതായത് ഇപ്പോൾ 6 വന്നിട്ടുണ്ട്, 2 ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പം ഇനി ഈ 8 നോട്ടിഫിക്കേഷൻ ഒരു സിംഗിൾ എക്സാമാണ്. ഇനി ഈ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ, എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിത്തം മുന്നോട്ട് പോകില്ല. കാരണം ഒരുപാടുണ്ട്, വാസ്റ്റ് സിലബസ് ആണ്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് മെൻറ്ററിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ പർച്ചേസ് ചെയ്യാം. കോഴ്സ് 2500 സംതിങ്ങിന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം കോഡ് ഉപയോഗിക്കാം Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച്
വീണ്ടും ഡിസ്കൗണ്ടോടെ കിട്ടും. അപ്പോൾ 2 ദിവസം ക്ലാസ്സുകളാണ് ഡെയിലി പോകുന്നത്. 6 to 7 8:30 to 10 ആണ്. June 15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ അസ്ത്ര ബാച്ച്, SSCക്ക് വേണ്ടിയുള്ള ബാച്ച്, കംപ്ലീറ്റ് ബാച്ചാണ്. CGL, CHSL, MTS ഇങ്ങനെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് 3 പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ നിങ്ങളത് സെറ്റാക്കും. അപ്പോൾ 13-ാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും ഇല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. ലൈക്ക് 4 days a week, Monday, Wednesdays, Fridays and Saturdays. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങും 3 മണി മുതൽ 4:30, 6:30 മുതൽ 8 മണിക്കുമാണ് ക്ലാസ്സുകൾ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ്. വേർഡ്സിലോട്ട് പോവാം. ആദ്യത്തെ വേർഡ് സ്പർ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്, ഇന്നലെയല്ല മിനിഞ്ഞാന്ന്. സ്പർ എന്ന വാക്ക് നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാം. ഇറ്റ് വാസ് എ സ്പർ ഫോർ മൈ സ്റ്റഡീസ്. എൻ്റെ പഠനത്തിനൊരു സ്പറായിരുന്നു ഇത്. സ്റ്റിമുലസ്, ഇൻസെൻറ്റീവ്സ്. എന്താ ഉദ്ദേശിച്ചത്? ഫോർ എക്സാമ്പിൾ, ദ റിസൾട്ട്സ് ഓഫ് സിവിൽ സർവീസ് എക്സാമിനേഷൻ വാസ് എ സ്പർ ഫോർ മൈ സ്റ്റഡീസ്. എൻ്റെ പഠനത്തിനൊരു സ്പറായിരുന്നു, ഒരു ബൂസ്റ്റ് ആയിരുന്നു, ഇൻസെൻറ്റീവ് ആയിരുന്നു, സ്റ്റിമുലസ് ആയിരുന്നു സ്പർ. വേർബായിട്ട് വരുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക. പഠിച്ചതാണ് നമ്മൾ. അടുത്ത് നോക്കിക്കേ, റെക്കൺ. റെക്കൺ എന്ന വേർബ് ഓർത്ത് വെച്ചോളം, പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആദ്യമായിട്ടല്ല. കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടേറ്റ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. അല്ലാതെ കൺസിഡർ ചെയ്യുക, എന്താ മുഖവരയ്ക്ക് എടുക്കുക, ഓർ ജഡ്ജ് ചെയ്യുക എന്നൊരർത്ഥവുമുണ്ട് റെക്കന്. റെക്കന് 2 അർത്ഥമുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടേറ്റ് ചെയ്യുക എന്നതും, കൺസിഡർ ചെയ്യുക, ജഡ്ജ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോണം. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക? ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, റെപ്രസെൻറ്റേറ്റീവ്സ് എന്നൊരർത്ഥമല്ലേ? ഡെലിഗേറ്റ് ചെയ്യുക, സെപ്പറേറ്റ് ആക്കി കൊടുക്കുക, അസൈൻ ചെയ്ത് കൊടുക്കുക എന്നൊരർത്ഥമാണ്. അസൈൻ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അതല്ല, ഡെലിഗേഷൻ എന്നൊരർത്ഥം ഇതിൽ വരില്ല കേട്ടോ. വെരി ഗുഡ്, ദാറ്റ്സ് ഗ്രേറ്റ് ദീപക്. നല്ല കാര്യം. എഴുതിക്കോണം. എത്രയോ എഴുതുന്നു അത്രയും നല്ല. സ്ക്രീൻഷോട്ട് എടുത്തു. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലാത്തൊരു PDF ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നും ഡൗൺലോഡ് കിട്ടും. ആണോ സിഫാന? ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ബുക്ക് തീരാറായല്ലേ? ഓഹോ, കൊള്ളാം. ശരിയാ, നമ്മൾ എന്നും എത്ര വേർഡ്സ് അല്ല പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞു വരുമ്പോൾ ഒരു വീക്ക് നിങ്ങൾക്ക് ഒരു 1000+ വേർഡ്സോളം കിട്ടും പഠിക്കാനായിട്ട്, വിത്ത് സിനോണിംസ് കൂടെ. അപ്പോൾ അടുത്ത് നോക്കിക്കേ, നെക്സ്റ്റ് വേർഡ് ഇസ് ഡിക്ലൈൻ. നിങ്ങൾക്ക് അറിയാം ഡിക്ലൈൻ എന്ന വാക്ക് നമ്മൾ നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. 2 മീനിങ്ങുമാണ് ഡിക്ലൈൻ അല്ലേ? ഡിക്ലൈൻ മീൻസ് റിഡക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസ്, കുറവ്. ഇതിലൊരു കുറവിനെ റിഡക്ഷൻ, ഡിക്രീസ് എന്ന് പറയും. ഡിക്ലൈൻ ചെയ്യുക, കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക, അതും ഡിക്ലൈൻ്റെ അർത്ഥമാണ്. വേറെ അർത്ഥമുണ്ടല്ലോ, റിഫ്യൂസ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ടേൺ ഡൗൺ ചെയ്യുക അല്ലെ? ഒരു കാര്യം നിരസിക്കുക, ടേൺ ഡൗൺ. ഐ ഡിക്ലൈൻഡ് ദ പ്രപ്പോസൽ. റിജക്റ്റ് ചെയ്യുക, റിഫ്യൂസ് ചെയ്യുക, ടേൺ ഡൗൺ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ഡിക്ലൈൻ. മറക്കണ്ട കേട്ടോ അത്. അടുത്ത് വോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോ ഇസ് എ നൗൺ. മിസറി, സോറോ, കഷ്ടപ്പാട് അല്ലെ, ട്രബിൾ, ഡിഫിക്കൽട്ടി എന്നൊക്കെ നമ്മൾ പറയും. വോ. ആൻഡ് അടുത്തത് ഈസ് അസേർഷൻ. ഇന്നലെ നമ്മൾ അസേർട്ട് പഠിച്ചു അല്ലെ? ക്ലെയിമിന്റെ മീനിങ് ആയിട്ട് അസേർട്ട് പഠിച്ചു. ഡിക്ലെയർ, സ്റ്റേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അസേർഷൻ എന്ന് പറയുമ്പോൾ സെയിം മീനിങ് തന്നെ നൗണിൽ. അസേർട്ട് എന്ന വേർബിന്റെ നൗൺ ഫോർമുലേഷൻ അല്ലേ? അസേർട്ട് എന്ന വേർബിന്റെ നൗൺ ഫോർമുലേഷൻ, സോറി, അസേർട്ട് എന്ന വേർബിന്റെ നോൺ ഫോർമുലേഷൻ. അപ്പോൾ അസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്ലെയിം ചെയ്യാന്നല്ലേ? അതുപോലെ ക്ലെയിം, അസേർഷൻ, ക്ലെയിം, സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് അസേർഷൻ. മറക്കണ്ട, ഓർത്ത് വെച്ചോളാം. പുതിയ വേർഡ്സ് ഒന്നും അല്ല ഇതൊന്നും, ഇതൊക്കെ നമ്മൾ പഠിച്ച വാക്കുകളാണ്. ലൈവിൽ തന്നെ നോട്ട് ചെയ്തു പോകും. ഗ്രേറ്റ്, നല്ല കാര്യം. ഓക്കെ, നോട്ട് ചെയ്യുന്നത് നല്ല കാര്യം. നോട്ട് ചെയ്യാത്തവർ കേട്ടിരുന്നാലും കുഴപ്പമില്ല. ചിലർക്ക് നല്ല മെമ്മറിയാണ്. അപ്പോൾ അങ്ങനെ മെമ്മറി ഉള്ളവർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇറ്റ്സ് അപ് ടു യു. ഞാൻ പറഞ്ഞല്ലോ, പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. എപ്പോഴും നമുക്ക് പറയാം യു ആർ യുണീക്ക് അല്ലേ? ഓരോരുത്തരും യുണീക്കാണ്. അവരവർക്ക് അവരവരുടെ യുണീക്ക് ടാലൻറ്റ്, യുണീക്ക് സ്കിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ സ്പർ മറക്കണ്ട. റെക്കൺ, ഡിക്ലൈൻ, വോ, അസേർഷൻ. കണക്ട് ചെയ്ത് പഠിക്കുക. ഒരുപാട് വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ. അടുത്ത മീഗർ. മീഗർ എന്ന വാക്കറിയാലോ? മീഗർ, തുച്ഛമായ അല്ലെ? മീഗർ സാലറി അല്ലെങ്കിൽ മീഗർ അമൗണ്ട് എന്നൊക്കെ പറയുന്നേക്കാം. മീഗർ ഇൻകം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് തുച്ഛമായ എന്ന് പറയും. മീഗർ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഇനാഡിക്വേറ്റ്, ആവശ്യത്തിന് പോലും ഇല്ല. സ്കാൻറ്റി, നമ്മൾ കഴിഞ്ഞ ദിവസം സ്കാൻറ്റി പഠിച്ചു. സോ പോൾട്രി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പോൾട്രി എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ, വളരെ കുറഞ്ഞ. ഇനാഡിക്വേറ്റ്, സ്കാൻറ്റി, പോൾട്രി. നിങ്ങൾ ഓർത്ത് നോക്കണം കേട്ടോ. ഈ ഇനാഡിക്വേറ്റ് ഒരു നെഗറ്റീവ് വാക്കാണ്. ആഡിക്വേറ്റ് ആവശ്യത്തിന്, ഇനാഡിക്വേറ്റ്. ഞാൻ പറഞ്ഞു ആക്റ്റീവ്, ഇനാക്റ്റീവ് പോലെ പ്രിഫിക്സ് വന്നിട്ടുണ്ട്. ഇൻ എന്ന പ്രിഫിക്സ്.
ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചോണം അല്ലേ. അടുത്ത് നോക്കിയേ, അറ്റൻറ്റീവ് അൺഅറ്റൻറ്റീവ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അല്ലേ. സോ അതുപോലെ UN-ഉം IN-ഉം ഒക്കെ പ്രിഫിക്സുകളാണ് കേട്ടോ. അടുത്ത കൺട്രാക്ഷൻ. കൺട്രാക്ട് ചെയ്യുക അറിയാലോ, കൺട്രാക്ട് ചെയ്യുക, ഹൃദയം ഇടിക്കുക, ചുരുങ്ങും ഇതൊക്കെ ചെയ്യില്ലേ. അപ്പം അതുപോലെ ഇൻഫ്ലേറ്റ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക. ഇൻഫ്ലേറ്റ് ചെയ്യുക, ബലൂണൊക്കെ ഇൻഫ്ലേറ്റ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക, നമ്മൾ കേട്ടില്ലേ. ഹാർട്ടും അതുപോലെ തന്നെയാണ്, ഇൻഫ്ലേറ്റ് ചെയ്യുക, കൺട്രാക്ട് ചെയ്യുക പറയും. അപ്പോൾ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷ്രിങ്കിങ്, ചുരുങ്ങുക. അല്ലെങ്കിൽ കൺട്രാക്ഷൻ എന്ന് ഡിക്ലൈൻ, ഡിക്രീസ്, കുറവ്, എന്തിനേലും ഒരു കുറവിനെ കൺട്രാക്ഷൻ എന്ന് പറയും. എസ്പെഷ്യലി നമ്മൾ ഫിനാൻസ് ആർട്ടിക്കിൾ വായിക്കുമ്പോൾ കൺട്രാക്ഷൻ എപ്പോഴും കേൾക്കും. ഇക്കണോമിയുടെ കൺട്രാക്ഷനെ പറ്റി നമ്മൾ എപ്പോഴും കേൾക്കും. ഓക്കെ, യെസ്, എവറി ഫെയിലിയർ മേക്സ് മീ സ്പർ ടു വിൻ. ഓക്കെ, ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. 1 cup of coffee can spur my mood within minutes. ആഹാ, ഒരു ഗ്ലാസ് കാപ്പി മതി ഞാൻ റെഡി ആവാൻ അല്ലേ. റെഡി. ഓ, എനിക്ക് മനസ്സിലായി. ദീപക് ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. കത്താത്ത വേർഡ്സ് ആണ് ദീപക് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം യു ഹാവ് ടു കൺവിൻസ് യുവർ സെൽഫ് അല്ലേ. എന്തായാലും മനസ്സിലായില്ലെങ്കിൽ ദീപക് അത് എഴുതി വെക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഐ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. യു ആർ ഓൾവേസ് വെൽക്കം. അടുത്ത് നോക്കി, ഇവോക്ക്. ഇവോക്ക് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ റീകോൾ ചെയ്യുക, ഓർത്തെടുക്കണം. നമ്മുടെ അല്ലെങ്കിൽ തിരിച്ചു വരുവാണ് നമ്മുടെ യുവർ എന്താണ് പറയുക, റീകോളിങ്, തിരിച്ച് ഓർമ്മപ്പെടുത്തെടുക്കുക. അല്ലെങ്കിൽ യു ആർ ബ്രിങ്ങിങ് ബാക്ക് ടു യുവർ കോൺഷ്യസ് മൈൻഡ്. യു ബ്രിങ്ങിങ് സംതിങ് ടു യുവർ കോൺഷ്യസ് മൈൻഡ്. ഓർത്തെടുക്കുക എന്ന് പറയില്ലേ. ഇവോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കാര്യത്തിനും ഓർമ്മിച്ചെടുക്കുക എന്ന് പറയും. യു ആർ ട്രൈങ് ടു റിമെമ്പർ സംതിങ് ഓർ യു ആർ ബ്രിങ്ങിങ് സംതിങ് ടു യുവർ കോൺഷ്യസ് മൈൻഡ്. അതിനാണ് ഇവോക്ക് ചെയ്യുക എന്ന് പറയാം. റീകോൾ ചെയ്യുക. ഫ്രേസൽ വേർബ് കോൾ അപ്പ്. എലിസിറ്റ് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരിക. സംതിങ്, ഡ്രോ സംതിങ് ഫോർവേഡ്. എലിസിറ്റ് ചെയ്യുക, മെൻഷൻ ചെയ്തെടുക്കുക, ഓർത്തെടുക്കുക, ഡ്രോ ഫോർത്ത്. അങ്ങനെയാണ് ഇവോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ഡ്രോ ഫോർത്ത് കണ്ടോ, കോളപ്പ് കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ മീനിങ് ആണ്. അടുത്ത വാക്ക് യുനോ, ട്രജക്ടറി. ദ ട്രജക്ടറി ഓഫ് അവർ ഇക്കണോമിക് റിക്കവറി ഇസ് കൺഫ്യൂസിങ്. ഓക്കെ, അങ്ങനെ പറയാം. അതായിരിക്കും കുറച്ച് നല്ല സെൻറ്റൻസ്. ട്രജക്ടറി ആയിട്ടുണ്ടായിരിക്കും. ഫിസിക്സിൽ, ഇക്കണോമിക്സിൽ അല്ലെങ്കിൽ കോമേഴ്സിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ട്രജക്ടറി. ട്രജക്ടറി മീൻസ് കോഴ്സ്, റൂട്ട്, പാത്ത് അല്ലെങ്കിൽ ട്രാക്ക്. ട്രജക്ടറി ഓർത്ത് നോക്കുക കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റിലക്റ്റൻറ്റ്. ഹീസ് റിലക്റ്റൻറ്റ് ടു സേ ദ ട്രൂത്ത്. അവൻ സത്യം പറഞ്ഞാൽ എന്നാ മടിയവന്. ഹീസ് റിലക്റ്റൻറ്റ്. പോലീസുകാർ പറയുന്നില്ലേ, ഓഹോ അവന് മടിയാണോ, എന്നാൽ പിന്നെ ചോദിക്കേണ്ട രീതിയിൽ അങ്ങ് ചോദിച്ചേക്കാം എന്ന് പറയാറില്ലേ. സോ ഇഫ് യു ആർ റിലക്റ്റൻറ്റ്, ഐ ഹാവ് ടു യൂസ് ഡിഫിക്കൽട്ട് മെത്തേഡ്സ്. നിനക്ക് മടിയാണെങ്കിൽ ഞാൻ ഡിഫിക്കൽട്ട് മെത്തേഡ് എടുക്കേണ്ടി വരും അല്ലേ, അടുത്ത മുറ എടുക്കേണ്ടി വരും എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. റിലക്റ്റൻറ്റ് അഡ്ജക്റ്റീവ് ആണ്. റിലക്റ്റൻസ് ഉണ്ട്, നൗൺ കേട്ടോ. റിലക്റ്റൻസ് ANC വന്നപ്പോൾ സഫിക്സ് ഉപയോഗിച്ചപ്പോൾ അത് നൗൺ. റിലക്റ്റൻസ് അല്ലേ. ഇന്നലെ പഠിച്ചു ആംബിവാലൻറ്റ്. നൗണ് ആംബിവാലൻസ്. ഓക്കെ, അത് ഓർത്തോണം. സോ അപ്പോൾ റിലക്റ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അൺവില്ലിങ്, മടിയുള്ളത്. ഹെസിറ്റൻറ്റ് കേട്ടിട്ടില്ലേ, ഹെസിറ്റൻസി കേട്ടിട്ടില്ലേ. അപ്പോൾ ഹെസിറ്റൻറ്റ്. ഡിസ്ഇൻക്ലൈൻഡ്, താല്പര്യക്കുറവാണ്, ഇൻക്ലിനേഷൻ ഇല്ല, അതിനോടൊരു ചായ്വില്ല. ചായ്വുള്ള ഒരു കാര്യത്തിനാണ് ഇൻക്ലിനേഷൻ അല്ലേ. ഐ എം ഇൻക്ലൈൻഡ് ടു ഡു ഇറ്റ് എന്ന് കേട്ടിട്ടില്ലേ. സോ അത് ഇൻക്ലൈൻഡിൻ്റെ ഓപ്പോസിറ്റ് ഡിസ്ഇൻക്ലൈൻഡ് കേട്ടോ. ഓർത്ത് വെച്ചോളൂ, ഡിസ്ഇൻക്ലൈൻഡ്. ഡിസ് എന്ന് പറയുമ്പോൾ തന്നെ ഓക്കെ, വില്ലിങ്ങിൻ്റെ ഓപ്പോസിറ്റ് അൺവില്ലിങ് അല്ലേ, അതുപോലെ ഓർത്ത് വെച്ചോളൂ. അൺവില്ലിങ് പ്രിഫിക്സ്, ഡിസ്ഇൻക്ലൈൻഡ്, ഡിസ് അല്ലേ. അപ്പിയർ, ഡിസപ്പിയർ അല്ലേ. അപ്രൂവ്, ഡിസ്അപ്രൂവ്. അതുപോലെ പ്രൂവ്, ഡിസ്പ്രൂവ് അല്ലേ. അതൊക്കെ കേട്ടിട്ടില്ലേ ആ സംഭവം. ശരി, അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. മീഗർ, കൺട്രാക്ഷൻ, ഇവോക്ക്, ട്രജക്ടറി ആൻഡ് റിലക്റ്റൻറ്റ്. യെസ്, നോക്കട്ടെ സെൻറ്റൻസ്. ട്രജക്ടറി എന്ന വേർഡ് ക്രിക്കറ്റ് കമൻട്രിയിൽ ഒക്കെ ഉണ്ട്. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ട്രജക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോളൂ അല്ലെ. ഇൻ ഹിസ് കരിയർ എന്നൊക്കെ പറയും. വല്ലാത്തൊരു മൂവ്മെൻ്റ് ആണ്, കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് സന്തോഷം പറയുന്നേക്കാം. യെസ്, അത് നോക്കി. യുവർ വീഡിയോസ് പെർ സോ മെനി സ്റ്റുഡൻസ്. യെസ്, ആ സെൻറ്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സെൻറ്റൻസ്, ഇഫ് യു മീൻ ഇറ്റ്, ദാറ്റ് മീൻസ് മൈ വേൾഡ് ടു മീ. താങ്ക് യു സോ മച്ച്. Okay, in some countries like Somalia, people are not getting meager food. Yes, people aren't getting meager food. Yes, Satyam. Women candidates gaining top position in UPSC exams is a spur in the arena of employment. Yes, empowerment. Adhe Rajeshri, great. Trajectory of the previous ball എന്നൊക്കെ അത് തന്നെ. പ്രീവിയസ് ബോളിന്റെ ട്രജക്ടറി ശരി, അതൊക്കെ കറക്റ്റാ. Reckoning previous method of GDP declined by the government to avoid their futile regime. Yes.
hesitant familiar word ആണ്. Yes. School photos is evoked me. Is evoked me അല്ല. School photos has evoked me. School photos എന്നെ evoke ചെയ്തു. എന്താ evoked me? Okay. Is evoked me ആണോ? അങ്ങനെയല്ല. ഇങ്ങനെ കൊടുക്കാം. തിരുത്താവേ. School photos has evoked the school days അല്ലെങ്കിൽ has evoked my school days എന്ന് കൊടുത്താൽ മതി. അതാ വേണ്ട. has evoked my school days കൊടുക്കുക. School photos has evoked. സ്കൂൾ ഫോട്ടോസ് ഇവോക്ക് ചെയ്തു. എന്ത് ഇവോക്ക് ചെയ്തു? എൻ്റെ സ്കൂൾ ഡേയ്സിന് ഇവോക്ക് ചെയ്തു, ഓർമ്മപ്പെടുത്തി. ദാറ്റ്സ് ഇറ്റ് അല്ലേ? അപ്പോൾ ഹാസ് ഇവോക്ഡ് വേണം. മൈ സ്കൂൾ ഡേയ്സ് കൊടുക്കുക കേട്ടോ പാർവതി. ആക്റ്റീവ് വോയിസ് ആണ്. പോസ്റ്റ് ദ പാൻഡമിക് many employees were forced to work for meager salary. Yes, they were. അല്ലേ? Pandemic time contracted the transmit of people. Yes. The decline, the deflations about the decline, the deflation. അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് ഡീഫ്ലേഷൻ കറക്റ്റ് ആണ്. ദ ഡിക്ലൈൻ ഇൻ ദ ഡിഫ്ലേഷൻ ആണോ? അങ്ങനെയാണെ ഓക്കെ. ദ ഡിക്ലൈൻ ഇൻ ദ ഡിഫ്ലേഷൻ. ഇന്ന് വിട്ടുപോയാൽ നോക്കിയാൽ രണ്ട് സബ്ജക്റ്റ് ഇവിടെ നിൽക്കൂലേ ഷമാസെ? അവിടെ ഇന്നാണ് അല്ലേ? ദ ഡിക്ലൈൻ ഇൻ ദ ഡിഫ്ലേഷൻ സ്പേർഡ് ഫോറിനേഴ്സ് ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതല്ലേ? അതാണ് കറക്റ്റാ. ദ ട്രജക്ടറി ഓഫ് ലൈറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. യെസ്, ആ ട്രജക്ടറി റൂട്ട് പാത്ത് അല്ലേ? യെസ്. മൂവിങ് ഓൺ. അടുത്ത പറഞ്ഞേ, അടുത്ത സെറ്റിലോട്ട് പോട്ടെ. അടുത്ത സെറ്റിലോട്ട് പോകാം. അപ്റ്റിക്. കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല മിനിഞ്ഞാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്റ്റിക്, ഇൻക്രീസ്, ഇംപ്രൂവ്മെന്റ്, ലീപ്പ്. ഒരു സ്ലൈറ്റ് ഇൻക്രീസിന് നമ്മൾ ബൂസ്റ്റ്, ഇൻക്രീസ്, ഇംപ്രൂവ്മെന്റ്, ബൂസ്റ്റ്, ലീപ്പ് എന്നൊക്കെയാണ് അപ്റ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നു ലിങ്കറിങ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റിമൈനിങ് ആയിട്ടുള്ള, സർവൈവിങ് ആയിട്ടുള്ള, പെർസിസ്റ്റ്, നിലനിന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലേ, നടന്നുകൊണ്ടിരിക്കുന്ന, പെർസിസ്റ്റിംഗ്, കണ്ടിന്യൂവിങ്, സർവൈവിങ്, റിമൈനിങ് എന്നൊക്കെ ലിങ്കറിങ് എന്നർത്ഥം. അടുത്ത അഡ്ജക്റ്റീവാണ് ഓർക്കുക, അലൂഫ്. അലൂഫ് എന്ന വാക്കിനർത്ഥം വിദൂരം, ഡിസ്റ്റന്റ്. ഡിറ്റാച്ച്ഡ്. വി ആർ അലൂഫ്, വി ആർ ഡിസ്റ്റന്റ്. ഇല്ല, എന്നെ പറ്റും, നിങ്ങൾക്ക് എന്താ പറ്റേ? ഐ തിങ്ക് വി ആർ അലൂഫ്. ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. വി ആർ ഡിറ്റാച്ച്ഡ്, അൺറെസ്പോൺസീവ്. തമ്മിലൊരു ഐക്യമല്ല, ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് അലൂഫ്. ഡിസ്റ്റന്റ്, ഡിറ്റാച്ച്ഡ്, അൺറെസ്പോൺസീവ്. ദ ഒറിജിനൽ ഡേറ്റ ഈസ് അലൂഫ്. ഒറിജിനൽ ഡേറ്റ ഒന്നും ഇതൊന്നും അല്ല. ഇറ്റ് ഈസ് അൺറെസ്പോൺസീവ്. അതുമായിട്ട് ഒരു താരതമ്യമില്ല, നല്ല വിദൂരമാണെന്നൊക്കെ പറയില്ലേ? ദാറ്റ് ഈസ് അലൂഫ്. അടുത്ത സ്ട്രാൻഡഡ്. സ്ട്രാൻഡഡ് ഒബ്ജക്റ്റീവ് ആണ്. സ്ട്രാൻഡഡ് മീൻസ് ഹെൽപ്ലെസ്. ഐ എം സ്ട്രാൻഡഡ്, ഐ എം ടയർഡ് ആൻഡ് സ്ട്രാൻഡഡ്. ഞാൻ മടുത്തു, ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നൊക്കെ പറയില്ലേ? ഐ എം സ്ട്രാൻഡഡ് എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ, എനിക്കൊന്ന് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ട്രാൻഡഡ്. അബാൻഡൻഡ് ആയി, ഒറ്റപ്പെട്ടു പോയി. ഡെസേർട്ടഡ്, ഒറ്റപ്പെടുക, സെയിം വേ, ഒറ്റപ്പെടുക. അടുത്ത പ്രൊസീഡ്. പ്രൊസീഡ് ചെയ്യുക അറിയാലോ. പ്രൊസീഡ്, ഫോർവേഡ് ചെയ്യുക, അതാണ് പ്രൊസീഡ്. പ്രൊസീഡ് മീൻസ് കം ബിഫോർ, അതിന് മുൻപേ വരുന്ന. ലീഡ് അപ് ടു, ഒരു കാര്യത്തിന് മുമ്പ് വരുന്ന സാധനം. പേവ് ദ വേ ഫോർ, ഒരു കാര്യത്തിന് മുൻപേ വരുന്നത്, അതാണ് പ്രൊസീഡ് അല്ലേ? ഓർത്ത് വെച്ചോണം. പ്രൊസീഡ് എന്ന വാക്ക് മറക്കണ്ട കേട്ടോ. പ്രൊസീഡ് എന്ന വാക്ക് നമ്മുടെ കോമൺ യൂസേജ് തന്നെ. പ്രൊസീഡ് ചെയ്യാം അല്ലേ? ദിസ് പ്രൊസീഡ് അല്ലേ? ഡിന്നർ പ്രൊസീഡ്സ് എ മീറ്റിംഗ്. മീറ്റിങ്ങിന് മുമ്പ് എന്തായിരുന്നു? അല്ല, ഡിന്നറിന് മുമ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ? അതാണ്. ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ. And let me see your sentences. Reluctant and recalcitrant same meaning ആണോ? റീകാൽസിട്രൻറ്റ് എനിക്ക് വലിയ ഫെമിലിയർ അല്ല. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. കാരണം ഫെമിലിയർ അല്ലാത്ത ഞാൻ എന്നെ പഠിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. നോക്കട്ടെ. അല്ലല്ല, അത് റീകാൽസിട്രൻറ്റ് എന്ന് പറഞ്ഞാൽ ദീപക്കെ നമ്മൾ അൺവില്ലിങ് ആണെന്ന് പറഞ്ഞാൽ മടി എന്നേ ഉള്ളൂ. അൺകോപ്പറേറ്റീവ് എന്ന് പറയും, കുറച്ചുകൂടി കൂടിയനമാണ്. അതിൻ്റെ കുറച്ചുകൂടി കൂടിയത്. കോപ്പറേറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, അതായത് സഹകരിക്കില്ല, സഹകരണമില്ലാത്തവർ അല്ലേ, അതിന് നമുക്ക് പറയാം. അതിപ്പോൾ കുറച്ചുകൂടി ഒരു നമ്മൾ പറയാം, അതൊരു നെഗറ്റീവ് ടേംസിലാണ് പറയാം. നമുക്കൊരു ഒരാളോട് സഹകരിക്കാത്തതെന്ന് പറഞ്ഞാൽ യു ആർ എ റിബല്യസ് നേച്ചറാണ്. നമ്മളൊരു എന്താ പറയുക, ഒട്ടും നമ്മളെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, റീക്യാപിറ്ററൻറ്റ് എന്ന് പറയാം. അതുകൊണ്ട്
അതുമായിട്ട് ഇതുമായിട്ട് ബന്ധമില്ല. ഈ റിലക്റ്റൻ്റ് കുറച്ച് കൂടിയ ഇനമാണ് റീകാൽസിട്രൻറ്റ്. അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചോളാം കേട്ടോ. അത് ഡിഫറെൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. സിനോണിമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. സ്കൂൾ ഫോട്ടോസ് ഹസ് ഇവോക്ഡ് മൈ സ്കൂൾ ഡേയ്സ്, അത് കറക്റ്റാ. ഓക്കെ, യെസ്, ഇപ്പോൾ അത് കറക്റ്റായി. Our request is declined by the principal without any hesitation. Great. Okay. ഒരു മടിയും കൂടാതെ ഡിക്ലൈൻ ചെയ്തു, റിജക്ട് ചെയ്തല്ലേ? യെസ്. The trajectory of the winners strategy are always up with trajectory of winners. ട്രജക്ടറി എന്ന് പറഞ്ഞ പാത്താണ്. രാജേശ്വരി, അപ്പോൾ 6 പറഞ്ഞ സെന്റൻസിൽ തെറ്റല്ലേ? ഇവിടുത്തെ സബ്ജക്റ്റ് ട്രജക്ടറി പാത്താണ്. അപ്പോൾ അത് സിംഗുലർ അല്ലേ? അപ്പോൾ വെർബും സിംഗുലർ കൊടുക്കണം. ഈസ് ഓൾവേസ് കേട്ടോ. ലുക്ഡ് അപ്പ് വിത്ത് കേട്ടോ. ഓഫ് ദ വിന്നേഴ്സ്, വിന്നറിന്റെ സ്ട്രാറ്റജി എന്നല്ലേ? വിജയികളുടെ സ്ട്രാറ്റജി. വിന്നേഴ്സിന്റെ എസ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കൂടെ കൊടുക്കണം. ദ ട്രജക്ടറി ഓഫ് ദ വിന്നേഴ്സിന്റെ സ്ട്രാറ്റജി, അപ്പസ്ട്രോഫി കൊടുക്കാൻ മറക്കരുത്, എസ് കഴിഞ്ഞിട്ട്. There is a uptick അല്ല, there is an uptick. അപ്റ്റിക്കിന്റെ ഇത് കണ്ടോ? അപ്റ്റിക്കിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. സൗണ്ട് അപ്റ്റിക് കേട്ടോ. നിധിക്കാണ്. അപ്പോൾ അപ്റ്റിക്കിന്റെ സൗണ്ട് ആണ്, വവൽ സൗണ്ട് ആണ്, സ്വരശബ്ദമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻ എന്ന ആർട്ടിക്കിൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കുക. എ അല്ല, എ അപ്റ്റിക് അല്ല, ആൻ അപ്റ്റിക് കേട്ടോ. ദർ ഇസ് ആൻ അപ്റ്റിക് ഇൻ മൈ വൊക്കാബുലറി ബിക്കോസ് ഓഫ് എഡിറ്റോറിയൽ സെഷൻസ്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് തുറന്ന് പറഞ്ഞല്ലോ, സന്തോഷം. എവറി സിംഗിൾ ഡേ ഐ ട്രൈ ടു അപ്റ്റിക് മൈ സെൽഫ്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്, അബ്രാം. ലിങ്കറിങ് എക്സാമ്പിൾ, ഓഫ് കോഴ്സ്. ഇങ്ങനെ പറയാം. ലിങ്കറിങ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ദ ലിങ്കറിങ് എഫക്ട്സ് ഓഫ് പോസ്റ്റ് കോവിഡ് ഈസ് എവിഡന്റ് ഇൻ ദി ഇക്കണോമിക് സെക്ടർ. ലിങ്കറിങ് എഫക്ട്സ് ഓഫ്, ശ്രദ്ധിച്ചോണേ, ദ ലിങ്കറിങ് എഫക്ട്സ് ഓഫ് പോസ്റ്റ് കോവിഡ് ആർ എവിഡന്റ് ഇൻ ഇക്കണോമിക് സെക്ടർ. ഇപ്പോഴും കോവിഡിന്റെ ശേഷം ഉള്ള കാര്യങ്ങൾ കേട്ടോ. അത് പിന്നെ അടുത്ത സെന്റൻസ് നോക്കട്ടെ. ദ റിലക്റ്റന്റ് ബിഹേവിയർ ഓഫ് കൾപ്രിറ്റ്സ് മെയ്ഡ് ദ ഓഫീസേഴ്സ് ഹോസ്റ്റൈൽ. യെസ്, കൊള്ളാം. ഓൾ ഇന്ത്യ ഇവോക്ക് ദെയർ ഇലക്ട്രോണിക് സ്കൂട്ടേഴ്സ് ഫോർ ദെയർ ട്രജക്ടറി പ്രൊസീഡഡ് ടു ഡെത്ത് നെൽ ബൈ ദി അപ്റ്റിക്കിംഗ് ഡിഫക്ട്സ്. അപ്റ്റിക്ക് നൗണ, അപ്റ്റിക്ക് ചെയ്യുക എന്നുള്ള പറയില്ല. ഇൻക്രീസിങ് എന്ന് കൊടുത്തോ, ഇൻക്രീസിങ് ഡിഫക്ട്സ് എന്ന് കൊടുത്തോ കേട്ടോ. അപ്റ്റിക്കിംഗ് എന്ന് പറയും, അപ്റ്റിക്ക് നൗണ. ഇതേ കാര്യം ഞാൻ ഇന്നലെ ഹരിയോട് പറഞ്ഞായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നോ ഞാൻ ഇതുപോലെ അപ്റ്റിക്കിങ് വരില്ല എന്ന് ഞാൻ ഹരിയോട് പറഞ്ഞായിരുന്നു. ഹരി ഒന്ന് ഓർത്ത് നോക്കി. ഹരിയോട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ അപ്റ്റിക്ക് നൗണാണ്, വേർബല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ പോലെ എനിക്കൊരു ഡൗട്ട്. ING ആണോ ടു ഇൻഫിനിറ്റീവ് ആയിട്ടാണോ നീ ഉപയോഗിച്ചത് എനിക്ക് ഓർമ്മയില്ല. നിന്നോട് പറഞ്ഞ പോലെ എൻ്റെ ഒരു ഓർമ്മ അല്ലേന്നൊന്നും ആലോചിക്കും. ഇവിടെ എന്തായാലും അപ്റ്റിക്കിംഗ് വരില്ല ബൈ ദ ഇൻക്രീസിംഗ് ഡിഫക്ട്സ് കേട്ടോ. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് കോവിഡ് ദ യൂസ് ഓഫ് ഡ്രോൺസ് ഹസ് അപ്റ്റിക്ഡ്. വീണ്ടും സോൺലെ, ഇറ്റ്സ് നോട്ട് എ വേർബ്, അപ്റ്റിക് ഇസ് നോട്ട് എ വേർബ്, ഹാസ് ഇൻക്രീസ് ടു ലൊക്കേറ്റ് ദി ക്ലസ്റ്റർ ഓഫ് പീപ്പിൾ കേട്ടോ. ഇംപ്രൂവ്ഡ് എന്ന് കൊടുത്തു. പക്ഷേ അവിടെ നിങ്ങൾക്ക് അപ്റ്റിക്ക് നൗണായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹിപ്പോക്രൈറ്റ്സ് proceeded to modern science. Okay, yeah. The shocking incident gave her proceeded to പറയില്ല, preceded കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വേണം. preceded what? For example, the dinner preceded the cultural activities. ഡിന്നറിന് മുൻപ് cultural activities കഴിഞ്ഞിട്ട് ഡിന്നർ കേട്ടോ. The dinner preceded, ഡിന്നർ ഇതിന് മുൻപ് വന്നു. എന്തിനു മുമ്പ്? cultural activity. preceded കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വരണം, ട്രാൻസിറ്റീവ് വേർബ് ആണ് കേട്ടോ. ഓക്കെ, ദീപക്കെ the dinner preceded the cultural activities. Preceded to alla, preceded cultural activities. Okay, the shocking incident gave her a blow and she seemed aloof from everything happening around. Okay, that's great sentence. Quad's assertion evokes threatening of China over Indo-Pacific region. Okay, great. The flight crash in Nepal, there is a difficult to get lingering of their body. അയ്യോ അത് തെറ്റാ. ലിങ്കറിങ് എന്ന് പറഞ്ഞാൽ റിമെയിൻസ് അല്ല, റിമൈനിങ് ഇസ് റോങ്. റിമൈനിങ് എന്ന് പറയുന്നത് റിമെയിൻസും രണ്ടാ. അബ്രാം പറഞ്ഞ റിമെയിൻസ് എന്താണെന്നറിയോ? അബ്രാം പറഞ്ഞ റിമെയിൻസ് ഡെബ്രി, അവശിഷ്ടങ്ങൾ. അത് റിമെയിൻസ് ആണ്, പ്ലൂറൽ നൗൺ ആണ്. ഡെബ്രി, റിമെയിൻസ്, അവശിഷ്ടങ്ങൾ, ഡെബ്രി. ഓർത്ത് വെച്ചോണം. റിമൈനിങ് എന്ന് പറയുന്ന ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നു, ഇപ്പോഴും നിലനിന്ന് പോകുന്നു, റിമൈനിങ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള അവസ്ഥ, നിലവിലുള്ള അവസ്ഥ, ദാറ്റ് ഈസ് റിമൈനിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. റിമെയിൻസ് എന്ന് പറഞ്ഞ നൗണ, അതെവിടെയല്ല, അത് തെറ്റാട്ടോ. ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ദ ഫ്ലൈറ്റ് ക്രാഷ് ഇൻ നേപ്പാൾ. ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ് ഇങ്ങനെ പറയണം. ദർ ഇസ് എ ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ് ക്രാഷ് ഇൻ നേപ്പാൾ ദർ വാസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ടു ഗെറ്റ് റിമെയിൻസ് ഓഫ് ദെയർ ബോഡി എന്ന് കൊടുക്കാം. ഓക്കെ,
ഹരി കണ്ടോ എൻ്റെ ഓർമ്മ, എൻ്റെ റിൻറ്റു അല്ലേ, റിൻറ്റു സൂപ്പറാ, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഓർത്ത് വെച്ചല്ലോ എന്ന് എനിക്ക് അത് ഓർമ്മ വന്നു. നീ ആ പറഞ്ഞത് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞായിരുന്നു. സന്തോഷം ഹരി, എൻ്റെ ഓർമ്മ കൊള്ളാം. ചില വേർഡ്സ് മനസ്സിലായാലും സെൻറ്റൻസ് സ്ട്രക്ചർ വരുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ഡൗട്ട് വരുന്നു മിസ്. യെസ്, അതുകൊണ്ടാണ് നിങ്ങളോട് സെൻറ്റൻസ് ഉപയോഗിച്ചോളൂ, ഞാൻ സെറ്റാക്കി തരാം. അതുപോലെ ഐ അണ്ടർസ്റ്റാൻഡ്. വേർഡ്സ് ചുമ്മാ പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമല്ലേ, അത് ഉപയോഗിക്കാനോട് നമ്മൾ പഠിക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. യെസ് ദീപക്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. Lingering effects of crime disturb the victim very badly. Great. Standard situation flares up the struggling person. Great sentence. The achievements made by successful people are as a result of upticking the general awareness. വീണ്ടും ഷമാസെ upticking വരില്ല. Uptick is a noun. അപ്പം എന്ന് കൊടുക്കണം result of uptick in general awareness. Upticking the general awareness അല്ല, result of uptick in general awareness കൊടുക്കുക കേട്ടോ. Achievements made by successful people are the result of uptick, increase of general awareness എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ജനറൽ അവയർനെസ് അങ്ങനെ കൊടുക്കുക. അതാ മിസ് ഈ ലിങ്കറിങ് കൺഫ്യൂസ് ആയത്. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. അപ്റ്റിക് നൗണിൽ യൂസ് ചെയ്താൽ സെയിം അല്ലേ മാം? സെയിം ആണ്, ബട്ട് അപ്റ്റിക് എന്ന് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കുക. നീ ആ അപ്റ്റിക്കിങ് കൊടുക്കാതെ കൊടുത്താൽ മതി. നീ പറഞ്ഞ സെന്റൻസ് കറക്റ്റ്. ഇത് ബൈ ദ അപ്റ്റിക് ഓഫ് ഡിഫക്ട്സ് അല്ല, ബൈ ദ അപ്റ്റിക് ഇൻ ഡിഫക്ട്, ഇൻക്രീസ് ഇൻ ഡിഫക്ട്സ് എന്ന് കൊടുക്കാം. നെൽ ബൈ ദ ഇങ്ങനെ കൊടുക്കാം. ഓല ഇന്ത്യ വർക്ക് ദർ ഇലക്ട്രോണിക് സ്കൂട്ടേഴ്സ് ഫോർ ദർ ട്രജക്ടറി പ്രൊസീഡർ ടു ഡെഡ് നെൽ ബൈ ദ അപ്റ്റിക് ഇൻ ഡിഫക്ട്സ് അല്ലെങ്കിൽ അപ്റ്റിക് ഓഫ് ഡിഫക്ട്, ഇൻക്രീസ് ഓഫ് ഡിഫക്ട്സ് എന്ന് കൊടുത്തു. കറക്റ്റ്, അത് രണ്ടും കറക്റ്റ്. ഇന്നോ ഓഫോ രണ്ടും കുഴപ്പമില്ല. സെൻസ് വായിക്കാതെ നീ കിട്ടുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് മെയ്ഡ് ഇമ്പറേറ്റീവ് മെഷേഴ്സ് ടു ഇവാക്യുവേറ്റ് ദ സ്ട്രാൻഡഡ്. അവിടെ കോമ വേണ്ട, കോമ വേണ്ട കേട്ടോ സോണിലെ, കോമ ഉണ്ട്, കറക്റ്റാ. ഇവാക്യുവേറ്റ് ദ സ്ട്രാൻഡഡ് ഇന്ത്യൻ മെഡിക്കൽ സ്റ്റുഡൻസ് ഫ്രം ദ വാർ ടോൺ ഉക്രൈൻ. ഇതേ സെൻസ് സോണിൽ നേരത്തെ പറഞ്ഞില്ല, വാർ ടോൺ ഉക്രൈൻ കുട്ടികളെ രക്ഷപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് സോനൽ തന്നെ, എനിക്ക് ഓർമ്മ വരുന്നു. മെനി ഇക്കണോമിസ്റ്റ് പ്രിസീഡഡ് ഗാന്ധിസ് തോട്ട്സ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. റൈറ്റ്, ഓൾ റൈറ്റ്, യെസ്. മൂവിങ് ഓൺ. ഗ്രിം. ഗ്രിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗ്രിം, സ്റ്റേൺ, ഫോർബിഡിങ്. ഗ്രിം ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, അഡ്ജക്റ്റീവ് ആണ്. ഗ്രിം അപ്രോച്ച് ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വളരെ സ്റ്റേൺ ആയിട്ടുള്ള, എതിർക്കുന്ന, ഫോർബിഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറയാം. അല്ലാതെ ഗ്രിമ്മിന് വേറെ അർത്ഥമാണ് സങ്കടം വരുന്നത്, വളരെ ബ്ലീക്ക്, ഡിസ്മൽ, സോറോഫുൾ, അതാണ് ഗ്രിം എന്ന അർത്ഥം. അടുത്ത ട്രെക്ക്. ട്രെക്ക് അറിയാലോ, നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്. ട്രെക്കിംഗ് കേട്ടിട്ടില്ലേ? ട്രെക്കിംഗ്. സോ ട്രെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രെക്ക് എന്നാണ് വാക്ക്. ജേർണി, ട്രിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എക്സ്പെഡിഷൻ എന്നൊക്കെ പറയും. എല്ലാ വാക്കും അറിഞ്ഞിരിക്കണം. എക്സ്പെഡിഷൻ, ജേർണി, ട്രിപ്പ് എന്നൊക്കെയാണ് ട്രെക്ക് എന്ന വാക്കിന്റെ അർത്ഥം. എക്സ്പെഡിഷൻ, ജേർണി, ട്രിപ്പ്. ഓക്കെ. വേർബായിട്ട് പറയുമ്പോൾ ഹൈക്ക് ചെയ്യുക, ട്രാമ്പ് ചെയ്യുക, ഒരു കുറേ ദൂരം ഇങ്ങനെ നടക്കുക, അതിനെയാണ് ഹൈക്ക് ചെയ്യുക. ട്രാമ്പ് ചെയ്യുക, ട്രെക്ക് ചെയ്യുക കേട്ടോ. ട്രെക്കിംഗ് കേട്ടില്ലേ? ട്രെക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ്. അത് വി ഹാവ് ട്രെക്കിംഗ് ഫെസിലിറ്റീസ് ഹിയർ. ഇവിടെ ട്രെക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അത്. അത് നോക്കിയേ, ട്രച്ചറസ്, ട്രച്ചറി, ചതി, ഡിസീറ്റ് അല്ലെ, ഡിസ്ലോയൽറ്റി എന്ന് പറയും. അപ്പോൾ ട്രച്ചറീസ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ട്രച്ചറസ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? അഡ്ജക്റ്റീവ് ആണ്. ട്രച്ചറി, ചതി, നൗൺ. അപ്പോൾ ഡിസീറ്റ്ഫുൾ, ഡിസ്ലോയൽ. വേറൊരു അർത്ഥത്തോടെ ഉണ്ട്, ട്രച്ചറസ് പാത്ത്, ട്രച്ചറസ് റൂട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ട്രച്ചറസ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? വളരെ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള, ഹസാഡസ് ആയിട്ടുള്ള കേട്ടോ. ആ ഒരു അർത്ഥം കൂടി ഉണ്ട്. ഹസാഡസ്, റിസ്കി, പെരിലസ് എന്നൊക്കെ ഓർത്തോണം. ഈ അർത്ഥവും കൂടി ഇതിനുണ്ട്. ചതി എന്നുപോലെ തന്നെ കുരുക്കുള്ള, പെരിലസ് ആണ്, വളരെ ഹസാഡസ് ആണ്, ഡേഞ്ചറസ് ആണ്, റിസ്കി ആണ് എന്നുള്ള അർത്ഥം ഓർത്തോണം. ടച്ചറസിന് ആ അർത്ഥം കൂടി ഉണ്ട്. അടുത്ത ഹൗണ്ട്. ഹൗണ്ട് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള, ആപ്റ്റ്, ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള എന്നർത്ഥമാണ് ഹൗണ്ട് കേട്ടോ. ഇന്ന് വെൽ ഹൗണ്ട് എന്ന് നിങ്ങൾ കാണും. വെൽ ഹൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള, ഹൈലി സ്കിൽഡ് എന്ന് പറഞ്ഞ അർത്ഥം. സൂട്ടബിൾ, ആപ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അടുത്ത ലേർക്ക് ചെയ്യുക. ഞാൻ ലേർക്ക് കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളായി, ഇപ്പോൾ 2 മാസമൊക്കെ അടുത്തായെന്ന് തോന്നുന്നു. ലേർക്ക് ഒരു വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. COVID-19 is still lurking in our society. ഇപ്പോഴും നമ്മുടെ നാട്ടിലൂടെ ഇങ്ങനെ ഉണ്ട് എന്ന് പറയാം, ഹിഡൻ ആയിട്ടുണ്ട് അല്ലേ. കാണുന്നില്ലെങ്കിലും ആ സംഭവം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ലേർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്കൾക്ക് ചെയ്യുക, ലോയിറ്റർ ചെയ്യുക, ഹിഡൻ ആയിട്ട് റിമെയിൻ ചെയ്യുക, ലൈൻ വെയിറ്റിംഗിലാ, ആരും അറിയുന്നില്ല എന്നുള്ളൂ, വെയിറ്റിംഗിൽ മിണ്ടാന്നിപ്പുണ്ട് എന്ന് പറയില്ലേ, ആ ഒരർത്ഥമാണ്. ഓർത്ത് വെച്ചോണേ, ദാറ്റ് ഇസ് ലേർക്ക്. റിമെയിൻ സൈലന്റ് അല്ലെങ്കിൽ ലോയിറ്റർ, റിമെയിൻ ഹിഡൻ,
ലൈൻ വെയിറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ലേക്ക്. ഓക്കെ, യാ. മൂവിങ് ഓൺ, നമുക്ക് സെൻറ്റൻസിലോട്ട് പോകാം. During the first phase of COVID, there was an uptick in the use of drones. Correct. There was an uptick. Great on. President എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് വരിക. ഫോർ എക്സാമ്പിൾ, the welcome speech preceded the presidential address. അതായത് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് മുൻപ് എന്തുണ്ടായിരുന്നു? വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു. The welcome speech preceded. The welcome speech came before presidential address. ശ്രദ്ധിച്ചോണേ, the welcome speech preceded the presidential address. Welcome speech came before the presidential address. കത്തിയോ? The people in Afghanistan are stranded. Great. Present standard situation was a result of war behavior. War behavior എന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? വോ എന്ന് പറഞ്ഞാൽ ട്രബിൾ എന്നർത്ഥം. അതുപോലെ ബിഹേവിയറിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഓഫ് ദ വോ എന്ന് കൊടുത്താലും മതി കേട്ടോ. ബിഹേവിയർ അവിടെ വേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇറ്റ് ബിക്കംസ് സംതിങ്, വേണ്ടാത്തൊരു കാര്യം, അതിൻ്റെ ആവശ്യമില്ല, അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു കേട്ടോ ഷമാസെ. അലുഫ് ഇൻ എ റിലേഷൻഷിപ്പ് ഈസ് ദ ഫസ്റ്റ് സിംറ്റം. ഫസ്റ്റ് സിംറ്റം റിലേഷൻ ബ്രേക്കേജോ അല്ല, ഫസ്റ്റ് സിംറ്റം ഓഫ് റിലേഷൻഷിപ്പ് ബ്രേക്കേജ് എന്ന് കൊടുക്കാം. അപ്പൊ അലൂഫ് ഇൻ റിലേഷൻഷിപ്പ്, അപ്പൊ അങ്ങനെ അലൂഫ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആവില്ല. കാരണം അലൂഫ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് അല്ലേ. അപ്പൊ എങ്ങനെ അതിനെ നമുക്ക് നൗണിലോട്ട് കൊണ്ടുവരാം? ഇപ്പൊ അത് നൗൺ ആയിട്ട് പറയണമെങ്കിൽ എങ്ങനെ കൊടുക്കാം? നേരത്തെ ഞാൻ കൊടുത്ത കാര്യം ബീങ് ഇൻ ലൈൻ വിത്ത് പറഞ്ഞില്ലേ, അതുപോലെ ഇത് കൊടുക്കുക. ബീങ് അലൂഫ് ഇൻ എ റിലേഷൻഷിപ്പ്, ബീങ് ഡിസ്റ്റന്റ്, ബീങ് ഡിറ്റാച്ച്ഡ്, ബീങ് കൊടുക്കുക. അപ്പൊ ബീങ് ജെറണ്ടായി കേട്ടോ. പാർവതി, ബീങ് അലൂഫ് ഇൻ എ റിലേഷൻഷിപ്പ് ഈസ് എ ഫസ്റ്റ് സിംറ്റം ഓഫ് റിലേഷൻഷിപ്പ് ബ്രേക്കേജ്. ചൈന വാസ് ഇൻ ആൻ അലൂഫ്. അല്ലല്ല, ചൈന വാസ് ഇൻ അലൂഫ്. ആൻ അലൂഫ് പറയില്ല, കാരണം ഇൻ അലൂഫ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ അല്ലോ, ഇന്നലൂഫും പറയില്ല, സോറി, ഇന്നലൂഫും പറയില്ല, അഡ്ജക്റ്റീവ് അല്ലേ. അതിന് മുമ്പ് അഡ്ജക്റ്റീവ് പ്രപ്പോസിഷൻ വെച്ചിട്ട് നൗണാ. അലൂഫ് നൗൺ അല്ല, അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ എന്നെ കൊടുക്കണം ചൈന വാസ് അലൂഫ് ബൈ ഓൾ കൺട്രീസ്, ബൈ ഡിസ്റ്റന്റ് ഫ്രം ഓൾ കൺട്രീസ് അറ്റ് ദ ടൈം ഓഫ് കോവിഡ് കൊടുക്കുക. ഡാർക്ക് ക്ലൗഡ്സ് പ്രൊസീഡ് എ സീരിയസ് സ്റ്റോം. ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ്. അതിന് ശേഷമാണ് ഇമ്പയറേറ്റീവ് പഠിച്ചത്. അപ്പോൾ അത് സ്റ്റാൻഡേർഡും ഒക്കെ ഒരുമിച്ച് യൂസ് ചെയ്ത് നോക്കിയതാണ്. മനസ്സിലായി സോനൽ, ഓർക്കുന്നു. കുഴപ്പമില്ല, നീ ഉദ്ദേശിച്ച സെന്റൻസ് കറക്റ്റ് ആണ്. അതേ സെന്റൻസ് നീ പറഞ്ഞല്ലോ എന്ന് ഓർത്താ. നോട്ട് മെയ്ഡ് മീ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് പ്രൊസീഡ് ബൈ യു ഇസ് ട്രെച്ചറസ് മാം. നോട്ട് മേക്കിംഗ് മീ അണ്ടർസ്റ്റാൻഡ്, നോട്ട് മെയ്ഡ് മീ അല്ല, നോട്ട് മേക്കിംഗ് മീ അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് പ്രൊസീഡ് ബൈ യു ഇസ് ട്രെച്ചറസ് വേർഡ് എന്ന് കൊടുക്കാം കേട്ടോ. ഇഫ് വി ഡോണ്ട് ഇവോക്ക് aloof problem, distant problem, so we must be affected. So we must be affected alla. If we don't evoke aloof problem, comma, we must be affected. അവിടെ സോയുടെ ആവശ്യമില്ല. ഇഫിനോട് ഒരിക്കലും സോ വരില്ലല്ലോ. ഞാൻ ഇന്നാളെ പഠിപ്പിച്ചിട്ടുണ്ട് ഗുരുദാസെ, നമ്മൾ ഇത് പഠിച്ചതാ, നമ്മുടെ കോറിലേറ്റീവ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാ. ഇതേ കോറിലേറ്റീവ് ആയിട്ട് വരുന്നവേ ഉള്ളൂ. ഇഫും സോവും വരില്ല. ഇഫ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് സോ വേണ്ട കേട്ടോ. ഇഫ് വി ഇവോക്ക് അലൂഫ് പ്രോബ്ലംസ്, കോമ, വി മസ്റ്റ് ബി അഫക്റ്റഡ് എന്ന് കൊടുക്കും. പക്ഷെ സെന്റൻസിനൊരു മീനിങ് ഇല്ലല്ലോ. നമ്മൾ ഡിസ്റ്റന്റ് പ്രോബ്ലംസിനെ എന്താണ് ഇവോക്ക് ചെയ്തില്ലെങ്കിൽ, ഓർത്തില്ലെങ്കിൽ വി മസ്റ്റ് ബി അഫക്റ്റഡ്, നമ്മൾ അഫക്റ്റഡ് ആവും. ഓക്കെ, ഓൾ റൈറ്റ്. മേക്ക് സെൻസ് പറയുമ്പോൾ ഉണ്ട്, സെൻസ് ഉണ്ട്. ബട്ട് സോ അവിടെ വേണ്ട കേട്ടോ. ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസ് ഇസ് ആൻ ഒഫൻസ്. Lurking house. Remain hidden in house അതാണോ? റിമൈനിങ് ഹിഡൻ അതാണോ ഉദ്ദേശിച്ചത്? അത് തെറ്റാ പ്രവ്യ, സെന്റൻസ് തെറ്റാ കേട്ടോ. ഷീ ലുക്സ് ഗ്രിം ആഫ്റ്റർ ദ ട്രാക്ക്. ഗ്രേറ്റ്. ഗ്രിം, യു ലുക്ക് ഗ്രിം, യു ലുക്ക് ഇത്. The grim laws put forward by the Russian Empire or Russia something, put forward by Russia is stunning, shocking എന്നൊക്കെ പറയാം. The grim laws put forward by, stern laws ഒന്ന് പറയാം. The grim laws by the government എന്ന് കൊടുത്തോ ഒന്ന്.
രണ്ടാമത്തെ ആണെങ്കിൽ കൊടുക്കാം യു ലുക്ക് ഗ്രിം, നീ ഇന്ന് ഭയങ്കര സാഡായിട്ടിരിക്കുന്നല്ലോ. അത് നോട്ട് മെയ്ഡ് എന്ന് പാസ്റ്റിൽ യൂസ് ചെയ്തൂടെ? നോട്ട് മെയ്ഡ് എന്ന് ഉപയോഗിക്കാം, പക്ഷെ നോട്ട് മെയ്ഡ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കില്ല. നോട്ട് മേക്കിംഗ് ആണെങ്കിൽ സബ്ജക്റ്റ് മേക്കിംഗ് വരും, അത് കറക്റ്റ് ആവും. സബ്ജക്റ്റ് ആയിട്ട് വരില്ല, അതാണ് അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ കൊടുക്കണം യു ആർ നോട്ട് മേക്കിംഗ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ യു ഡോണ്ട് മേക്ക് എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. മെയ്ഡ് മീ അണ്ടർസ്റ്റാൻഡ് കറക്റ്റാ, മെയ്ഡ് മീ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ്. മേക്കിംഗ് മീ അണ്ടർസ്റ്റാൻഡും കറക്റ്റാ. മേക്കിംഗ് കൊണ്ട് ജെറണ്ടായിട്ട് ഉപയോഗിച്ചാൽ ദീപക്കെ ഞാൻ. ദ ട്രജക്ടറി ഓഫ് ദ വിൻ വാസ് ബിക്കോസ് ഓഫ് ഹിസ് ഓൺഡ് പെർഫോമൻസ്. ഗ്രേറ്റ്. അടുത്തോട്ട് പോവാം. ലാസ്റ്റ് സെറ്റ് പിടിച്ചോ സമയം. ജാഗ്ഡ്. ജാഗ്ഡ് മീൻസ് സ്പൈക്കി, റഫ് ആയിട്ടുള്ള മുള്ളുകളൊക്കെയുള്ള. ജാഗ്ഡ് ആണെങ്കിൽ ലൈഫ് ഫുള്ളി സ്പൈക്കി ആണ് എന്ന് പറയും, കഷ്ടപ്പാട്. ദാറ്റ് ഈസ് ഇറ്റ്. സ്നാഗി, അണീവൻ, റഫ്, സ്പൈക്കി. ജാഗ്ഡ് പാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഐ എം ഗോയിങ് ത്രൂ എ ജാഗ്ഡ് പാത്ത്, ഐ എം ഗോയിങ് ത്രൂ എ റഫ് പാത്ത്. അല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ ഇപ്പം ഞാൻ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജാഗ്ഡ്, സ്പൈക്കി, റഫ്, സ്നാഗി, അൺഈവൻ. അടുത്ത ഫിക്കിൾ. ഫിക്കിൾ എന്ന വാക്കിൻ്റെ അർത്ഥം കപ്രീഷ്യസ്, അതായത് ഒരുറപ്പുമില്ല. ഇപ്പം പെട്ടെന്ന് സഡൻ ചേഞ്ച് ഇൻ ദ മൂഡ്, മാറ്റമാണ്, പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ചേഞ്ചബിൾ, വേരിയബിൾ, ദാറ്റ് ഇസ് ഫിക്കിൾ. അടുത്ത് നോക്കിയാൽ മനൂവർ. ഇന്നലെ പഠിച്ചു മനൂവർ, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. മനൂവർ മീൻസ് നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കും. ഓപ്പറേഷൻ, എക്സസൈസ്. മനൂവർ വേർബായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു രണ്ടിനും രണ്ട് മീനിങ് ആണല്ലോ മിസ്സേ. രണ്ട് മീനിങ് ആണ്. ഒന്ന് സ്റ്റിയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക, സ്കിൽഫുൾ ആയിട്ട് നല്ല കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുക, സ്റ്റിയർ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട് ഈ പറയുന്ന മനൂവറിന് കേട്ടോ. അതേപോലെ തന്നെ സ്കീം ചെയ്യുക, പ്ലോട്ട് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊരു അർത്ഥവും മനൂവറിനുണ്ട്. രണ്ടും രണ്ട് ഇതിലുള്ള അർത്ഥമാണ് കേട്ടോ. മാനിപ്പുലേറ്റ് ചെയ്യുക, സ്കീം ചെയ്യുക, പ്ലോട്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥവും എന്തിനുണ്ട്? മനൂവറിനുണ്ട് കേട്ടോ. ഒന്ന് പോസിറ്റീവ് മീനിങ്, ഒന്ന് നെഗറ്റീവ് മീനിങ്ങിൽ മനൂവർ പറയും. അടുത്ത നോക്കിയേ കണ്ടെന്റ്മെന്റ്. കണ്ടെന്റ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കണ്ടെന്റ് എന്ന നൗണ് സാറ്റിസ്ഫാക്ഷൻ. കണ്ടെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. കണ്ടെന്റ്മെന്റ് ഫുൾഫിൽമെന്റ്, ദാറ്റ് ഇസ് കണ്ടെന്റ്മെന്റ്. മറക്കണ്ട കേട്ടോ. ഓക്കെ, യാ, ക്ലിയർ ആണോ? യാ, ഗ്രേറ്റ്. യെസ്, ദ ട്രജക്ടറി ഓഫ് ദ വിൻ അത് പറഞ്ഞു. മാം വാട്ട് പ്രവി സെഡ് ഈസ് എൻ ഒഫൻസ് ഇൻ ഇന്ത്യൻ പീനൽ കോഡ്. അയ്യോ, അത് ഏതായിരുന്നു? ആണോ? പ്രവി പറഞ്ഞത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ എൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ ആ സെൻറ്റൻസിൻ്റെ ആയിട്ട് ലിങ്കറിങ് എഫക്ട്സ് ഓഫ് ക്രൈം ഡിസ്റ്റർബ് ദ വിക്ടിം വെരി ബാഡ്ലി, അതാണോ? അതല്ലല്ലോ പ്രവി പറഞ്ഞ. പിന്നെ ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ് അല്ലേ, അത് ഏതായിരുന്നു? പോയല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ പ്രവി പറഞ്ഞ സെൻറ്റൻസ്. എനിക്ക് ഗ്രാമാറ്റിക്കലി ഇത് കറക്റ്റ്. ദീസ് കൈൻഡ് ഓഫ് ലൈവ് പ്രോഗ്രാംസ് ക്യാൻ ബി പ്രസൻറ്റ് ഓൺലി ബൈ ഓൺ ഇംഗ്ലീഷ് ടീച്ചർ. ഓ, താങ്ക് യു. ജാനിക്കുട്ടി ബിലീവ്സ് ദാറ്റ് മെനി ഗോസ് ലർക്കിംഗ് ഇൻ ദ വില്ലേജ്. മെനി ഗോസ് ലർക്കിംഗ് ഇൻ ദ വില്ലേജ് അല്ല, മെനി ഗോസ് ആർ ലർക്കിംഗ് ഇൻ ദ വില്ലേജ്. ഞാൻ ഇന്നാൾ പറഞ്ഞു. ഓക്കെ, ഒന്ന് നോക്കിയേ. ജാനിക്കുട്ടി ബിലീവ്സ് ദാറ്റ് മെനി ഗോസ് ആർ. പാർവതി ഓർമ്മയുണ്ടോ? നമ്മൾ കണ്ടിന്യൂസ് സെൻസ് ഉപയോഗിക്കണമെങ്കിൽ ബി ഫോർമുലേഷൻ വേണം. ഈസോ, ആമോ, ആറോ, വോസോ, വേറോ ഒക്കെ. ലർക്കിംഗ് ഹൗസ് ട്രെസ്പാസ്. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞെന്നറിയോ, ലർക്കിംഗ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഓക്കെ, പ്രൊവിഷൻ എനിക്ക് മനസ്സിലായി. അതൊരു പ്രൊവിഷനാണ്. അങ്ങനെ, ഓക്കെ, അത് സെറ്റ് എനിക്ക് മനസ്സിലായി. ഞാനത് പറയായിരുന്നു. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ING ഫോമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അഡ്ജക്റ്റീവ് അല്ലാതെ ഉപയോഗിക്കുകയാണ്, അഡ്ജക്റ്റീവിൻ്റെ കൂടെയും നമ്മൾ ബി ഫോർമുലേഷൻ ഉപയോഗിക്കണം, സ്റ്റേറ്റീവ് വേർബ്, അല്ലെങ്കിൽ ING ഫോമിൽ ഉപയോഗിക്കണം. സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആവണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓൾ റൈറ്റ് പ്രവി. രാജേശ്വരിയോടും പ്രവിയോടെയാണ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓൺ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ഓൾവേസ് കാവ് ഔട്ട് ദെയർ സീറ്റ്സ് ഓൺ ലാസ്റ്റ് ബെഞ്ച്. ഓക്കെ, മിടുക്കര് അല്ലേ, കൊള്ളാം. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. അപ്പം നമുക്ക് സെറ്റ് അല്ലേ? വൊക്കാബുലറി ഒക്കെ സെറ്റ് ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ബൈ ലൈക്കിംഗ് ദ വീഡിയോ എന്ന് ലൈക്ക് ചെയ്ത് വിടുക. നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട. ബാങ്കിങ് ബാച്ച്, ഫൗണ്ടേഷൻ ബാച്ച് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ, ബാങ്കിങ് എക്സാം, IDBIയുടെ എക്സാം വിളിച്ചു, ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഗ്രേഡ് A പോസ്റ്റ് ആണ്, എക്സിക്യൂട്ടീവ്സ് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ഹൈ ലെവൽ പോസ്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ അപ്ലൈ ചെയ്യുക. ഒരു എക്സാം വിട്ടുള്ള ജൂൺ മാസം മുതൽ ബാങ്ക് എക്സാമിന്റെ ചാകരയാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് എടുക്കുക. ഫൗണ്ടേഷൻ ബാച്ച് ഏകദേശം തീരാറായി. മറ്റ് റെക്കോർഡഡ് ക്ലാസ്, അതിന്റെ റെക്കോർഡഡും
ലൈവും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ 1100 ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. Y314 എന്ന കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ആപ്പ് വഴി വെബ്സൈറ്റ് വഴി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പീഡ് ആൻഡ് ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം എഴുതി പിള്ളേർ പറയുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് SBI ക്ലർക്കിന്റെ നമ്മുടെ ഇതുണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട് വിത്ത് 100 ടെസ്റ്റ് ആൻഡ് ഇ ബുക്സ്. 2 ഇ ബുക്സും 100 ടെസ്റ്റും കൂടെ അടങ്ങുന്ന ഒരു സീരീസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. 599 രൂപയാണ്. 17% ഡിസ്കൗണ്ടോട് കൂടി Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 499 രൂപയ്ക്ക് 500 താഴെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്ന സമയമാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ വീക്കായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് ഉണ്ട്, ബട്ട് കുറെ തീരാറായി. അതുകൊണ്ട് റെക്കോർഡ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് അവൈലബിൾ ആണ്, അതുകൊണ്ട് റെക്കോർഡ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കാം. അപ്പോൾ ഏകദേശം തീരാറ്, നമ്മൾ ഗ്രാമാറ്റിക്കൽ ഇത് ആസ്പെക്റ്റ് ഒക്കെ തീർന്നു, വൊക്കാബുലറി ഏറെക്കുറെ തീർന്നു. ഇനിയിപ്പോൾ പ്രാക്ടീസ് സെഷനിലോട്ട് നമ്മൾ പോവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലോട്ട് പോകാം, ആർട്ടിക്കിളിലോട്ട് പോകാം. വി ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് അവർ ടൈം. ചോപ്പി വാട്ടേഴ്സ്. അപ്പോൾ ചോപ്പി വാട്ടേഴ്സ് എന്താ നോക്കാം. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ, ദ ഇക്കോണമീസ് പോസ്റ്റ് കോവിഡ് റിക്കവറി ഈസ് ഫാർ ഫ്രം കംപ്ലീറ്റ്, സ്പറിംഗ് കൺസംഷൻ ഈസ് ദ കീ. അപ്പോൾ നോക്കിയേ, നമ്മൾ വിചാരിച്ച പോലെയല്ല പോസ്റ്റ് കോവിഡ് റിക്കവറി എന്ന് പറയുന്നത്. ഇക്കണോമിയുടെ പോസ്റ്റ് കോവിഡ് റിക്കവറി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, ഒരുപാട് ദൂരമുണ്ട്. ഇറ്റ് ഇസ് അലൂഫ് ഫ്രം റിക്കവറി എന്ന് പറയാം. ഇറ്റ് ഇസ് അലൂഫ് ഫ്രം റിക്കവറി, റിക്കവറിയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടേ ഇല്ല. അപ്പോൾ കൺസംഷൻ ഒന്ന് സ്പർ ചെയ്യുക. സ്റ്റിമുലേറ്റ് ചെയ്തില്ലെങ്കിൽ പണിപാളും എന്നാണ്. കൺസംഷൻ കൂട്ടിയില്ലെങ്കിൽ നമ്മുടെ പണിപാളും എന്നൊരു ആർട്ടിക്കിളാണ്. ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ കേട്ടോ. യെസ്, റിലീജിയസ് ഇഷ്യൂസ് ഇസ് ലർക്കിംഗ്, സംടൈംസ് ഇറ്റ് ബിക്കംസ് ലർക്കിംഗ്, സംടൈംസ് ഇറ്റ് ബിക്കംസ് സ്ട്രക്ചറസ് ടു സൊസൈറ്റി. അവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുക, സംടൈംസ് കഴിഞ്ഞിട്ട് കേട്ടോ ഗുരുദാസെ, അപ്പോഴത് കറക്റ്റ് ആവും. റിസൾട്ട് എന്ന് മീൻ ചെയ്തതാണോ? സോ ആഡ് ചെയ്തേ. ഓക്കെ വേണ്ട, ഇഫിൻ്റെ കൂടെ ഇത് മതി, ആ സോയുടെ ആവശ്യമില്ല കേട്ടോ, അത് വേണ്ട. അപ്പം അതിൻ്റെ മീനിങ് ഉണ്ട്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് എന്താണ് ആർട്ടിക്കിൾ പറയുന്നത് നോക്കാം. India's gross domestic product (GDP) is reckoned to have grown 8.7, while the gross value added (GVA) rose 8.1% in 2021-22 as per national income estimates released on Tuesday. Coming on the back of the sharp decline in economic activity due to the COVID-19 lockdowns in 2020-21, when GDP crashed 6.6% and GVA by 4.8%, the latest numbers show India is emerging out of the tunnel of pandemic-induced woes. The overall GDP and GVA have, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യപ്പെടുന്നത്, ഇന്ത്യയുടെ GDP കൺസിഡർ ചെയ്യപ്പെടുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യപ്പെടുന്നത്, അത് അനലൈസ്ഡ് അല്ലേ, അതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേറ്റഡ് എന്നോ അല്ലെങ്കിൽ കൺസിഡേർഡ് എന്നോ, കൺസിഡർ ടു ഹാവ് ഗ്രോൺ 8.7%. അതേ സമയത്ത് GVA ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് റോസ് ചെയ്തത്, ഇത് ഗ്രോൺ ആണ്, റോസും ഗ്രോൺ തന്നെയാണ്. റൈസിന്റെ പാസ്റ്റൻസ് ആണ് റോസ്, V2 കേട്ടോ, പാസ്റ്റൻസ് ആണ് V2, റൈസിന്റെ പാസ്റ്റ് റോസ്. ഇന്നലെ പറഞ്ഞില്ല റൈസ് റോസ് റിസൺ, അത് GVA 8.1 ആയിട്ടുള്ളൂ. ഓക്കെ, 2021-22 ആ ഒരു ഫിസിക്കൽ ഇയറിന്റെ കാര്യമാണ് പറയുന്നത്. ആസ് പെർ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ്. അപ്പോൾ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു ട്യൂസ്ഡേയിൽ. അപ്പോൾ അതനുസരിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ GVA എന്ന് പറയുന്നത് 8.1% ആണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് പറയാം, ഒരു ഷാർപ്പ് ഡിക്ലൈൻ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കാണാൻ പറ്റും COVID-19 ശേഷം, അല്ലെ, COVID-19 ലോക്ക്ഡൌൺസിന് ശേഷം. ഇൻ 2020-21 ഫിസിക്കൽ ഇയർ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിക്ലൈൻ കാണാൻ പറ്റും എക്കണോമിക് ഇതിൽ. അവിടെ GDP ക്രാഷ് ചെയ്ത് 6.6 ആയിരുന്നു, GVA 4.8 ആയിരുന്നു, അതായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു പാൻഡമിക്കിൽ നിന്ന് ശരിക്കും ഒരു റിക്കവറി തന്നെ, കാരണം ഇരട്ടിയായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് 4.8 നിന്ന് 8.1 വന്നതും 6.6 നിന്ന് 8.7 വരുന്നതും ഇറ്റ്സ് എ ബിഗ് ഗെയിൻ തന്നെയാണ്. Overall GDP and GVA have indeed recovered from pre-pandemic levels. ഉറപ്പായിട്ടും മാറ്റം വന്നിട്ടുണ്ട് പ്രീ പാൻഡമിക് ലെവലിൽ നിന്ന്, പാൻഡമിക്കിന് മുമ്പിൽ നിന്ന് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഓവറോൾ GDPയും GVAയും, ബട്ട് ഓൺലി ജസ്റ്റ് 1.5 and 2.9 റെസ്പെക്റ്റീവ്ലി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പാൻഡമിക്കിന്റെ സമയത്ത് കുറഞ്ഞു പോയി ശരിയാണ്, പക്ഷെ പാൻഡമിക്കിന് മുമ്പിൽ നിന്ന് പ്രീ പാൻഡമിക് എന്ന് പറഞ്ഞാൽ പാൻഡമിക്കിന് മുമ്പ് ഉള്ളതിൽ നിന്ന് ആകെപ്പാടെ മാറ്റം ഇപ്പോൾ വന്നേക്കുന്ന 1.5 2.9 ആണ്. അപ്പോൾ അത് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഗ്രോത്ത് വലിയ കാര്യമായിട്ട് അങ്ങ് പറയത്തക്ക ഗ്രോത്ത് ഒന്നും കാണാനില്ല എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. റിമെമ്പർ ദാറ്റ് ഗ്രോത്ത് ഹാസ് ഓൾറെഡി ബീൻ ഓൺ എ സ്റ്റഡി ഡിക്ലൈൻ ത്രൂ 2019-20 ഈവൻ ബിഫോർ ദ ലോക്ക്ഡൌൺസ് ഓഫ് 2021 വിത്ത് GDP ഗ്രോയിങ് ജസ്റ്റ് 3.7. The government's assertion that the data established a full economic recovery is not entirely true. For one, it is not a V-shaped recovery.
with GVA from job creating sectors, trade and hotels, still 11.3 below 2019-20's low levels. This has kept the services sector as a whole in line with pre-COVID levels, not above. While GVA പറഞ്ഞു വരുന്നതെന്നറിയോ, കോവിഡിന് മുമ്പുള്ള കാലത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം 2019-20 കാലഘട്ടത്തിൽ, അതായത് കോവിഡിൽ ലോക്ക്ഡൌൺ വരുന്നതിന് മുമ്പുള്ള സമയത്ത് നമ്മൾ ഇക്കണോമിക് റിക്കവറി എടുത്ത് നോക്കിയാൽ വലിയ സ്റ്റഡി പേസിലല്ല പൊക്കോണ്ടിരുന്നത്. ഇറ്റ് വാസ് നോട്ട് ഓൺ എ സ്റ്റഡി പേസ്. അപ്പോഴും വലിയ സ്റ്റഡി ഡിക്ലൈൻ തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. കാരണം അപ്പോൾ അതിൽ നിന്ന് ജി ഡി പിന്റെ ഗ്രോത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ വെറും 3.5 മാറ്റം വന്നിട്ടുള്ളൂ. ജി ഡി പിക്ക് വന്ന മാറ്റം കേട്ടോ, വലിയ കൂടിയിട്ടൊന്നുമില്ല. ജി ഡി പിക്ക് 3.7 അത്രേ ഗ്രോത്ത് വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നുണ്ട് നല്ല റിക്കവറി, ഇക്കണോമിക് റിക്കവറി നന്നായിട്ട് വന്നിട്ടുണ്ട്, എൻറ്റയർലി കറക്റ്റ് ഫുൾ റിക്കവറി വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് റിക്കവറി വന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ട്രൂ. അത് ശരിയല്ല. കാരണം അതൊരു വി ഷേപ്ഡ് റിക്കവറി ഒന്നുമല്ല. നമ്മളിപ്പോൾ ജി വി എടുക്കുവാണ് അല്ലേ, നമ്മുടെ വാല്യൂ ജി വി ഗ്രോസ് വാല്യൂ ആഡഡ് എടുത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാൻ പറ്റും. ജോബ് ക്രിയേറ്റിംഗ് സെക്ടേഴ്സ് ആയ ട്രേഡും ഹോട്ടൽസിലോട്ടും എടുക്കുകയാണെങ്കിൽ അവിടെ 11.3 ആണ്. എത്ര ഇതിനാ 11.3 ആണ്. അത് 2019-20 താഴെയാണ് ജി വിയുടെ റേറ്റ്. അപ്പോൾ സർവീസ് സെക്ടർ എടുക്കും, ദിസ് ഹസ് കെപ്റ്റ്. അപ്പോൾ സർവീസ് സെക്ടറിലോട്ട് എടുക്കുകയാണെങ്കിൽ ആസ് എ ഹോൾ സർവീസ് സെക്ടർ എടുക്കുകയാണെങ്കിൽ പ്രീ പാൻഡമിക് പീരീഡിൽ നിന്ന് കോവിഡ് പാൻഡമിക് പീരീഡിന് മുമ്പിനെ വെച്ച് നോക്കുമ്പോൾ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. അതാണ് കാര്യം. GVA from industries up 6.7% over 2019-20. Another job creating sector, construction, is up only 3.4%, while mining has grown a meager 1.9 over the 2-year period. Manufacturing lifted the industry GVA, growing 9.3 from 2019-20 levels, but there are cracks on that front. The January to March 2022 quarter, Q4 of 2021-22 recorded a 0.2% contraction year on year. Overall GDP growth slipped to a 4-quarter low of 4.1 in Q4, fourth quarter, down from 5.4 in Q3, evoking flashbacks of the 2019-20 slowdown and raising concerns about the trajectory going forward. അപ്പോൾ നമ്മുടെ പാത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു റേറ്റ് എടുത്ത് നോക്കുമ്പോൾ ജി ഡി പി റേറ്റും GVA റേറ്റും നോക്കുമ്പോൾ നല്ല മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുകയാണ്, ഇപ്പം നമ്മൾ കുറച്ച് നോക്കുകയാണെങ്കിൽ GVA എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയുടെ നോക്കുകയാണെങ്കിൽ GVA 6.7% ആണ് 2019-20 കാലഘട്ടത്തിൽ. പക്ഷേ ഇനി നമ്മൾ അനദർ ജോബ് തരുന്ന സെക്ടർ എടുത്തുകൊണ്ട് കൺസ്ട്രക്ഷൻ സെക്ടറാണ്. കൺസ്ട്രക്ഷൻ സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വെറും 3.4 ഗ്രോത്തേ കാണാൻ പറ്റത്തുള്ളൂ. അതേസമയത്ത് മൈനിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ മൈനിങ്ങിൽ വളരെ മീഗറാണ്, 1.9 വന്നിട്ടുള്ളൂ 2 വർഷമായിട്ട്. അപ്പോൾ മാനുഫാക്ചറിങ് എടുത്തോ, ഇൻഡസ്ട്രിയുടെ മാനുഫാക്ചറിങ് GVA എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. മാനുഫാക്ചറിലെ GVA എടുക്കുകയാണെങ്കിൽ 9.3 ഉണ്ട് 2011 നിന്ന്. പക്ഷേ അവിടെയും കുറച്ച് സ്പ്ലിറ്റുകളുണ്ട്. നമ്മൾ ജനുവരി ടു മാർച്ച് ക്വാർട്ടർ എടുക്കുകയാണ്, അതായത് 4ാമത്തെ ക്വാർട്ടർ എടുത്ത് നോക്കുക, 2021-22 4ാമത്തെ ക്വാർട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രാക്ഷനാണ്, കുറവാണ്, ഡിക്ലൈൻ കാണിക്കാൻ പറ്റുക. 0.2% ഡിക്ലൈനാണ് ഇയർ ഓൺ ഇയർ കാണിക്കാൻ പറ്റുക. അപ്പോൾ ഓവറോൾ GDP എടുക്കുകയാണെങ്കിൽ സ്ലിപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഫോർത്ത് ക്വാർട്ടറിലോട്ട് വന്നപ്പോഴേക്കും ലോ 4.5 ആണ് വന്നിട്ടുള്ളത്. ഇപ്പം ഡൗൺ ഫ്രം എത്ര നിന്നാ 5.4 നിന്ന് 4.1 ഒരു കുറവാണ് കാണാൻ പറ്റും. അതായത് തേർഡ് ക്വാർട്ടറിൽ കൂടുതലായിരുന്നു, അതിൽ നിന്ന് വീണ്ടും വന്ന് ഫോർത്ത് ക്വാർട്ടറിലോട്ട് വന്നപ്പോൾ അതിൻ്റെ കുറവ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതൊരു നല്ല രീതിയിലല്ല, ഫുൾ റിക്കവറി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇവോക്ക് ചെയ്യും, നമ്മൾ ഓർമ്മപ്പെടുത്തുവാണ്. ഇറ്റ്സ് കോളിംഗ് അപ്പ് ദ ഫ്ലാഷ് ബാക്സ്, ഇറ്റ്സ് കോളിംഗ് അപ്പ്, ഓർമ്മപ്പെടുത്തുന്നു, റിമൈൻഡിങ് അസ്, കോളിംഗ് അപ്പ് ദ ഫ്ലാഷ് ബാക്സ് ഓഫ് 2019-20 സ്ലോ ഡൗൺ. അന്നത്തെ ലോക്ക്ഡൌണിന്റെ സമയത്തുള്ള സ്ലോ ഡൗണിനെ പറ്റിയിലോട്ട് വീണ്ടും. ആൻഡ് ഇറ്റ് ഈസ് റേസിംഗ് കൺസേൺസ് ഉയർത്തുകയാണ്. ഈ ഒരു പോക്ക് ശരിയാണോ, നമ്മുടെ പാത്ത് ഈസ് ഗോയിങ് ഫോർവേഡ് പാത്ത് ശരിയായിട്ടാണോ പോകുന്നത് എന്നുള്ളൊരു കൺസേൺസ് ഉയർത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അനാലിറ്റിക്കൽ. മൂവിങ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. വിത്ത് റിലക്റ്റന്റ് ഡിമാൻഡ് കുറവാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞു ഈ ഗ്രോത്ത് വരണമെങ്കിൽ ഡിമാൻഡ് വേണം, ഡിമാൻഡ് ഇല്ലെങ്കിൽ ഗ്രോത്ത് സൈമിൾട്ടേനിയസ് ആയി സംഭവം. അപ്പോൾ ഗ്രോത്ത് കുറയുന്ന എങ്ങനെയാണ്, ഡിമാൻഡ് കുറയുന്നുണ്ടാവും. സോ while reluctant demand, supply chain and input cost woes hurting manufacturing, agriculture that grew at a 5-quarter high of 4.1%, and public administration services whose growth dipped to 7.7 from 16.7 in Q3 lifted the QA numbers amid slower growth in services and mining over Q3 and a mild 2% uptick in construction. A recovery in investment demand helped by the government's capital spending is a silver lining, but the lingering concern is that consumption remains troubled, and unless it recovers, private investments will remain aloof, as will sustainable high growth. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, ഡിമാൻഡ് വളരെ കുറവാണ്, വളരെ കഷ്ടിച്ചാണ്, റിലക്റ്റൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് വളരെ കുറവ്, ആൾക്കാർക്ക് മടിയാണ് ഡിമാൻഡ് അല്ലേ. കൺസംഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ അത് കുറയുന്നു, സപ്ലൈ ചെയിനിന് കുറവാണ്,
ഇൻപുട്ട് കോസ്റ്റിന് ഒരുപാട് കഷ്ടപ്പാടാണ്. ഇൻപുട്ട് കോസ്റ്റ് കൂടി വരികയാണ് അല്ലേ. ഔട്ട്പുട്ട് കുറവാണ് നമുക്ക് കിട്ടുന്നത്, പക്ഷേ ഇൻപുട്ട് ഭയങ്കര, ഇപ്പോൾ മാനുഫാക്ചററെ സംബന്ധിച്ച് അവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാനുഫാക്ചറിങ് സെക്ടറിനെ കൂട്ടും അല്ലേ. നമുക്ക് ആലോചിക്കുക ഏതൊക്കെ സെക്ടറിനെ അഫക്ട് ചെയ്യുന്നത്. ഇൻപുട്ട് കോസ്റ്റ് കൂടുമ്പോൾ മേടിക്കുന്ന സാധനം, ഒരു സാധനത്തിന് വേണ്ടി നമ്മളിപ്പം കൃഷി ചെയ്യണമെങ്കിൽ മേടിക്കുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന വിത്തിൻ്റെയൊക്കെ പൈസ കൂടുതലാണെങ്കിൽ അത് അഗ്രികൾച്ചർ സെക്ടറിനെ, മാനുഫാക്ചർ സെക്ടറിനെ, ഇപ്പോൾ നമ്മൾ സ്പെയർ പാർട്സ് ഒക്കെ മേടിക്കുമ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിനെ എത്ര ബാധിക്കുമെന്ന് ആലോചിക്കേ. അപ്പോൾ ക്ലോത്തിൻ്റെയൊക്കെ സെക്ടർ, ടെക്സ്റ്റൈൽ സെക്ടറിനൊക്കെ ബാധിക്കുന്നതെന്ന് ആലോചിക്കേ. അത് വരുമ്പോഴോ ഈ പറയുന്ന സപ്ലൈ ചെയിനെ ബാധിക്കും, ഡിമാൻഡ് കുറയുന്നതൊക്കെ ഇവരെ വല്ലാണ്ട് ബാധിക്കും അല്ലേ. മൊത്തത്തിൽ ഇതൊരു സൈക്കിളാണ് അല്ലേ. അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു ഡിമാൻഡ് വളരെ കുറവാണ് കേട്ടോ. 4.1 ആണ് കേട്ടോ. ദാറ്റ് ഗ്രോത്ത് 5 ക്വാർട്ടറിലോട്ട് വരുമ്പോഴേക്കും ഹൈ 4.1 ആണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിലോട്ട് എടുക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ 4.1 പറഞ്ഞത്. ഇനി പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ട് എടുക്കുകയാണ്, നമ്മൾ സർവീസ് സെക്ടറിലോട്ട് എടുത്തു. അപ്പോഴേക്കും വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതായത് അതിലെ മാറ്റം 16.7% ഉണ്ടായിരുന്നതിൽ നിന്ന് 7.1, എത്ര കുറവാന്ന് നോക്കി. അതും ഒരു ക്വാർട്ടറിൽ വന്ന് മാറ്റം. Q4 ആയപ്പോഴേക്കും Q3 16.7 ഉണ്ടായിരുന്ന Q4 ആയപ്പോഴേക്കും 7.7 മാറി. അത്ര വളരെ ഗ്രോത്ത് കുറഞ്ഞൊരു ഏരിയ ആണ് സർവീസ് സെക്ടർ. അതുപോലെ തന്നെ സർവീസസും മൈനിങ്ങിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഒരു 2% അപ്റ്റിക്. കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഒരു സ്ലൈറ്റ് ഗ്രോത്ത്, സ്ലൈറ്റ് ഇൻക്രീസ്. ഞാൻ പറഞ്ഞില്ലേ അപ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ഇൻക്രീസ് ആണ്. ഒരു കൺസ്ട്രക്ഷൻ സെക്ടറിൽ നമുക്കൊരു സ്ലൈറ്റ് ഇൻക്രീസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ സർജ് എന്ന് പറഞ്ഞാൽ കൂടുതലാണെങ്കിൽ, അതും അല്ല, ഇൻക്രീസ് അല്ല. അപ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് ഇൻക്രീസ്, ഒരു ചെറിയ നേരിയ ഇൻക്രീസ് കാണാൻ പറ്റും 2%. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് അല്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് കൂട്ടണം. റിക്കവറി വേണ്ടത് എന്തിനാ? ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡിന് കൂട്ടണം. അതെന്ത് ചെയ്യണം? അത് ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ സ്പെൻഡിങ് വെച്ചിട്ടേ പറ്റുള്ളൂ, അല്ല തന്നെ പറ്റില്ലല്ലോ. ഗവൺമെന്റിന്റെ ഇത് വേണം. അത് അങ്ങനെ വന്നാൽ അതൊരു സിൽവർ ലൈനിങ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ആയിട്ട് ഒരു വരാൻ പോലുള്ള ഒരു ചാൻസ് ഉള്ള ഒരു കാര്യമായിരിക്കും. ബട്ട് നമ്മുടെ റിമൈനിങ് കൺസേൺ എന്ന് പറഞ്ഞത്, നമുക്ക് കൺസേൺ റിമൈനിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കൺസേൺ എന്ന് പറഞ്ഞതാണ് കൺസംഷൻ എന്ന് പറയുന്നത് ട്രബിൾഡ് ആണ്. നമ്മുടെ കൺസംഷൻ ഇപ്പോഴും വല്ലാണ്ട് ആരും കൺസംഷൻ വളരെ കുറയുവാണ്, കാരണം ആൾക്കാരുടെ പൈസ ഇല്ലല്ലോ, അതാണ്. അപ്പോൾ അത് റിക്കവർ ചെയ്തില്ല, കൺസംഷൻ റിക്കവർ ചെയ്തെടുത്തില്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും വിദൂരമായിട്ട് നിൽക്കും. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ വിദൂരമായി നിൽക്കും. അങ്ങനെ വന്നാൽ നമുക്ക് മൊത്തത്തിൽ ബാധിക്കും അല്ലേ. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആകെപ്പാട് നമുക്കൊരു ചെറിയൊരു സിൽവർ ലൈനിങ് ഉള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കൂടെ അത് ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം ബുദ്ധിമുട്ടാണ്. അത് സസ്റ്റൈനബിൾ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. സപ്ലൈ കുറയുമ്പോൾ അല്ലെങ്കിൽ റിലക്റ്റന്റ് ഡിമാൻഡ് ആകുമ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ അത് ബാധിക്കും, സസ്റ്റൈനബിൾ ഗ്രോത്തിനെയും ബാധിക്കും നമ്മളെ മൊത്തത്തിൽ. സോ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ expenditure grew 7.9% in 2021-22, but it was just 1.2 lakh crore rupees or 1.4% over 2019-20. Worse, as inflation flared up, households' consumption growth has steadily dropped through 2021-22, growing a mere 1.8 in Q4. Price rise combined with higher interest rates could squeeze middle class disposable incomes and dampen consumption further. Yes, India is the fastest growing major economy and likely to remain so in 2022-23. But rising tide in the past year has not been enough to lift all the boats stranded in the detritus of pandemic and the slowdown. പറഞ്ഞു വരുന്നത് ഇതാണ്, ശരിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പം കൺസംഷൻ എക്സ്പെൻഡിച്ചർ നോക്കുവാണെങ്കിൽ 7.9% ഗ്രോത്ത് വന്നിട്ടുണ്ട് 21-22 ഫേസിൽ. അതായത് 1.2 lakh crore rupeesന്റെ അതെ, ഓർ അല്ലെങ്കിൽ പറയാം 1.4 ഓവർ 2019 കാലഘട്ടത്തിൽ നോക്കിയപ്പോൾ അത് 1.4 ആയിരുന്നു പ്രൈവറ്റ് കൺസംഷൻ. അത് ഇപ്പോൾ 7.9 ആയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇൻഫ്ലേഷൻ അത് കൂടിയപ്പോൾ, ഇൻഫ്ലേഷൻ അല്ലേ, വിലകയറ്റം കൂടിയപ്പോൾ അത് ഇൻക്രീസ്ഡ് ആയപ്പോൾ വേഴ്സൺ ചെയ്തു. ഹൗസ് ഹോൾഡിന്റെ കൺസംഷൻ എന്ത് ചെയ്തു? വേഴ്സൺ ചെയ്തു, അതിനെ കുളവാക്കി അല്ലേ, അത് കുളവായി. അങ്ങനെ കൺസംഷൻ ഗ്രോത്ത് എന്ത് ചെയ്തു? സ്റ്റഡി ഡ്രോപ്പ് വന്നു 2021-22. അങ്ങനെ വെറും ഒരു 1.8 വന്നു. ക്വാർട്ടർ 4 വന്നപ്പോഴേക്കും 1.8 എത്തി. എത്ര പെട്ടെന്ന് അത് കുറഞ്ഞെന്ന് നോക്കിയേ. അങ്ങനെ പ്രൈസ് റൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒന്ന് പ്രൈസ് റൈസ് അല്ലേ, നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് റൈസ് ആണ് ഒന്ന്. അതിൻ്റെ കൂടെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ വന്നിട്ടുണ്ട്. പാവപ്പെട്ടവരെ നോക്കി, ഇറ്റ് വിൽ റിയലി സ്ക്വീസ് മിഡിൽ ക്ലാസ് കൺസംഷൻ അല്ലെ, മിഡിൽ ക്ലാസ്സുകാരെ അവരുടെ ഇൻകം തന്നെ സ്ക്വീസ് ചെയ്ത് കളയുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഡാമ്പൻസ് ഡാമ്പൻ ചെയ്യുന്ന പറഞ്ഞാൽ വേഴ്സൺ ചെയ്യാം അല്ലെ. ഡാമ്പൻ എന്ന വേഴ്സൺ അല്ല, നമുക്ക് എന്ത് പറയാം, ഡിക്ലൈൻ ചെയ്യുക, കുറയ്ക്കുക, ഡിക്രീസ് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക. കൺസംഷനെ വീണ്ടും ഡിക്ലൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി, ഏറ്റവും ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും മേജർ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി തന്നെയാണ് ഇന്ത്യ. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ.
അത് അങ്ങനെ തന്നെ നിൽക്കും. 2022-23 ക്വാർട്ടർ ഫിസിക്കൽ ഇയറിലും അങ്ങനെ തന്നെ നിൽക്കും, അതിലൊരു മാറ്റമില്ല. ബട്ട് ഈ ദർ ഇസ് എ റൈസിങ് ടൈഡ്, കുറേ കാര്യങ്ങൾ ഉണ്ട്, ഇതിനുള്ള കാര്യങ്ങളുണ്ട്. അത് മാത്രം പോരാ, എല്ലാ ബോട്ടിനെയും ഒന്ന് സ്റ്റാൻഡേർഡായ എല്ലാ ബോട്ടിനും, അബാൻഡൻഡ് ആയ ബോട്ട്സിനെ എല്ലാം ഒന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു ഇത് മാത്രം പോരാ, ഈ ഒരു കാര്യം മാത്രം പോരാ. ഓക്കെ, കാര്യം വെച്ചാൽ നമുക്ക് ഒരുപാട് ഡെട്രീച്ചസ് എന്ന് പറഞ്ഞാൽ റിമെയിൻസ് കേട്ടോ. ഡെബ്രി ഞാനത് എഴുതിയിട്ടില്ല, അത് എഴുതി തരാം കേട്ടോ. ഡെബ്രി ഉണ്ട്, പാൻഡമിക്കിൻ്റെ ഒരുപാട് റിമെയിൻസ് ഇവിടെ കിടപ്പുണ്ട്. ഒരുപാട് എന്താ പറയുക, തുടച്ചു നീക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ റിമെയിൻസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ വേസ്റ്റ്, ഒരുപാട് വേസ്റ്റ് ഡെബ്രി ഒക്കെ കിടപ്പുണ്ട് ഇവിടെ, അതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ആൻഡ് ദ സ്ലോ ഡൗൺ ദാറ്റ് പ്രിസീഡഡ് ഇറ്റ്. അത് മാത്രമല്ല, ഈ പാൻഡമിക്കിന് ശേഷം വന്ന സ്ലോ ഡൗൺ, ഈ ഒരു കുറവ്, ഒരു എന്താ പറയുക, റിട്ടർഡേഷൻ, ഇക്കോണമിക് റിട്ടർഡേഷൻ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ തുടച്ചു നീക്കേണ്ട സമയമായിട്ടുണ്ട്. ദ വാട്ടേഴ്സ് ആർ ചോപ്പി. The waters are choppy with war and recession worries in the developed world. ഡെവലപ്ഡ് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ വാർ വലിയൊരു ആസ്പെക്റ്റ് ആണ്. പിന്നെ അതുകൂടാതെയുള്ള റിസഷൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വി ഹാവ് സോ മച്ച് ടു ലുക്ക് ഫോർവേഡ് ടു. അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ്, ഇറ്റ് ഈസ് ഓൾസോ ക്രിട്ടിക്കൽ. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ വായിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇക്കണോമിക് ഫിനാൻസ് ആർട്ടിക്കിൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡെട്രീറ്റസും അതുപോലെ തന്നെ ഡാമ്പനും ഞാൻ എഴുതി തരാം കേട്ടോ. ഞാൻ ഓൾറെഡി വിട്ടുപോയത്, അത് എന്ത് വിട്ടുപോയി, പക്ഷെ അത് പറഞ്ഞേക്കാം കേട്ടോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണേ. ആർട്ടിക്കിൾ ക്ലിയർ അല്ലേ? ഹായ് രഞ്ജു, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വേർഡ്സ് ഇച്ചിരി പാടായിരുന്നു. അതെ തന്നെ ഹരി, അതെ. മനൂവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, സ്റ്റിയർ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഗൈഡ് ചെയ്യാന്നൊരു അർത്ഥമാണ് കേട്ടോ. അതുകൊണ്ട് രണ്ട് രീതിയിലുണ്ട്, ഈ എക്സാമിന് വരുന്നതാണ്. അല്ലെങ്കിൽ മനൂവർ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്നൊരു അർത്ഥമുണ്ട്. ഈ ആർട്ടിക്കിൾ അല്ല, മറ്റേ ആർട്ടിക്കിളാണ് മനൂവർ കൊടുത്തേക്കുന്നത്. മനൂവർ, ഓപ്പറേഷൻസ് എന്നർത്ഥം. അത് തന്നെ. 100 പേരുടെ ഇൻകം കുറഞ്ഞിട്ട് ഒരാളുടെ ഇൻകം ബൂം ആയിട്ടുണ്ടെങ്കിൽ GDP കൂടും. അപ്പോൾ ഇവിടെ GDP, സത്യം GDP നോക്കിയിട്ട് കാര്യമില്ല. അത് തന്നെ GVA നമ്മൾ പറഞ്ഞില്ലേ, ഗ്രോസ് വാല്യൂ ആഡഡ്, അത് നോക്കാം. അതാണ് ഈ GDPയുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. രണ്ടുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ടാണ്. യെസ്. അപ്പോൾ നോക്കിയേ, ഇന്നലത്തെ ക്വസ്റ്റൻ എറർ ഇതായിരുന്നു. അപ്പോൾ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് എററിലോട്ട് പോകും. കുറച്ചുകൂടെ ഫിനാൻസ് ആർട്ടിക്കിൾ എളുപ്പമല്ല നമുക്കിപ്പോൾ. അപ്പോൾ എളുപ്പമായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഒരു അവയർനെസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നോക്കുക, സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റൻ ഇന്നലത്തെ ഇതായിരുന്നു. ദ മാസ്റ്റ് ആധാർ ഫെസിലിറ്റി ഹാസ് ബീൻ ഇൻ പ്ലേസ് ഫോർ 2018 and this came about following a report by the Center for Internet and Society. എന്താ ഈ ക്വസ്റ്റനിലെ എറർ? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോകാം. എന്നിട്ട് ഇന്നത്തെ ക്വസ്റ്റൻ എന്നിട്ട് നിർത്താം. The masked Aadhaar facility has been in place for 2018 and this came about following a report by the Center for Internet and Society. എന്താ എറർ? ആര് പറയും? ഇവിടെ എന്താ പ്രശ്നം? ഞാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ബിവെയർ ഓഫ് 4 ആൻഡ് സിൻസ്. 4 വേഴ്സസ് സിൻസ് എപ്പോഴും ശ്രദ്ധിച്ചോണം. 4ഉം സിൻസിന്റെ പ്രത്യേകത. ഒരു പീരിയഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആണ് നിങ്ങൾ 4 ഉപയോഗിക്കുക. സിൻസ് ആകുമ്പോൾ പോയിന്റ്, ഒരു പ്രത്യേക ഒരു പോയിന്റ് എടുത്ത് പറയുകയാണെങ്കിൽ സിൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ഇവിടെ ഒരു പോയിന്റാണ് പറയുന്നത്, ഒരു കറക്റ്റ് ഒരു പോയിന്റ്, 2008 എന്ന ഒരു പോയിന്റ്. അപ്പോൾ 4 ഇവിടെ വരാൻ പാടില്ല. കാലയളവല്ല പറയുന്നത്, ഒരു പോയിന്റ് 2018 മുതൽ എന്നാ പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റ് അല്ലേ, ഇവിടെ സിൻസ് കൊടുക്കണം. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിൻസ് ആൻഡ് 4. പ്രൊപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ദ മാസ്റ്റ് ആധാർ ഫെസിലിറ്റി ഹാസ് ബീൻ ഇൻ പ്ലേസ് സിൻസ് 2018 മുതൽ ഇൻ പ്ലേസ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ. ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. ഫ്ലൈറ്റ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ മനൂവേഴ്സ്, ഓപ്പറേഷൻസ് ഓഫ് 90-degree turns in valleys that has at times just wing length clearance. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുക്കുക. മനൂവേഴ്സ്, ഓപ്പറേഷൻസ് കേട്ടോ. അതാണ്. അപ്പം ഇന്ന് നൗൺ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കണേ. എക്സസൈസസ്, ഓപ്പറേഷൻസ് എന്നൊക്കെ. സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. എല്ലാവരും തരണം, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള പഠനമേള അറിയാലോ. നിങ്ങൾ സെപ്പറേറ്റ് ഒരുപാട് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നതിന് പകരം നിങ്ങളിപ്പോൾ ബാങ്കിങ് ആസ്പിരൻ്റ് ആണ്, SSC ആസ്പിരൻ്റ് ആണ്, SSC അതുപോലെ PSC ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് പഠനമേള മേടിച്ചാൽ മതി. നിങ്ങൾക്ക് 3799 3000 ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന
കേരള പഠനമേള സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അതുപോലെ ദേവസ്വം ബോർഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്, LDC ജോബ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഉച്ചയ്ക്ക് 2 മണിക്ക് റീമ മിസ്സിന്റെ ക്ലാസ് ഉണ്ട്. CHSL എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പറുമായിട്ട് മിസ് വരും. ഗ്രാമർ ക്വസ്റ്റൻസ് ആൻഡ് വൊക്കാബ് ക്വസ്റ്റൻസുമായിട്ട് മിസ് വരും. സ്റ്റേ ട്യൂൺഡ്. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. Adda247 യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ഇറ്റ് ടു മാക്സിമം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, യുവർ റിലേറ്റീവ്സ്, യുവർ കസിൻസ്, യുവർ ഫ്രണ്ട് സർക്കിൾ, കൊളീഗ് സർക്കിൾ, സ്റ്റുഡൻറ് സർക്കിൾ എല്ലാവരിലോട്ടും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേറെ കാര്യമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുക. സന്തോഷമായിട്ടും അതുപോലെ എന്താ പറയുക, സേഫ് ആയിട്ടും ഇരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സേഫ്റ്റി. അപ്പോൾ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നാളെ രാവിലെ 8:30 വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ, ടേക്ക് കെയർ.